സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപദാൻ സഹഗണാ ലളിതാ ശ്രീവിശാഖാന്വിതാം ച ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗൽപദേ ഗോപേശ ഗോപിക കാന്ത ശ്രീരാധാകാന്ത നമസ്തുതേ സപ്തകാഞ്ചന ഗൗരാംഗി ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഹരേ കൃഷ്ണ. നമ്മളുടെ ഭാഗവതം ക്ലാസ്സിൽ എല്ലാവർക്കും സുസ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ശൗനകാദികള് 6 ചോദ്യങ്ങള് സൂതഗോസ്വാമിയോട് ചോദിച്ചിരുന്നു. ഈ 6 ചോദ്യങ്ങൾക്കും വളരെ വിശദമായ രീതിയിൽ 2-3 അധ്യായങ്ങളിൽ സൂതഗോസ്വാമി മറുപടി നൽകി. ശേഷം ശൗനകാദികൾ 3 ചോദ്യങ്ങളും കൂടി ചോദിക്കുകയാണ്. ഏതൊക്കെയാണ് 3 ചോദ്യം? ആദ്യത്തെ ചോദ്യം ശ്രീമദ് ഭാഗവത്തിന്റെ ഇതിഹാസം ആദ്യം ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം വന്നത്, ആവിർഭവിച്ചത്, അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ചോദിച്ചത്. രണ്ടാമത്തെ ചോദ്യം പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ജനനം, അദ്ദേഹത്തിന്റെ ഇന്ദുമതി മാതാജി അതൊന്ന് ഓഫ് ചെയ്താരെ, ഓഡിയോ ഒന്ന് ബന്ദ് ചെയ്താരെ. പരീക്ഷിത്ത് മഹാരാജാവിന്റെ രാജകീയ ജീവിതങ്ങള് അതിനെക്കുറിച്ചൊക്കെ ഉള്ളതായിരുന്നു. മൂന്നാമത് ശുകഗോസ്വാമി എങ്ങനെയാണ് പരീക്ഷിത്ത് മഹാരാജനെ കണ്ടുമുട്ടിയതും ഈ ഭാഗവതം ഉപദേശിക്കാനുണ്ടായ സാഹചര്യവും. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീമദ് ഭാഗവതത്തിന്റെ ഹിസ്റ്ററിയാണ്. അപ്പൊ ശൗനകാദികളുടെ ആദ്യത്തെ ചോദ്യത്തിന് സൂതഗോസ്വാമി ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു. ആദ്യത്തെ ചോദ്യം എന്താണ്? ഭാഗവതത്തിന്റെ ഇതിഹാസം. നമ്മൾ 4-ാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. 4-ാം അധ്യായത്തിലാണ്. 4-ാമത്തെ അധ്യായത്തില് 1-ാമത്തെ ശ്ലോകം മുതലാണ് സൂതഗോസ്വാമി മറുപടി അറിയിക്കുന്നത്. 14-ാമത്തെ ശ്ലോകം മുതലാണ് സൂതഗോസ്വാമി മറുപടി ആരംഭിക്കുന്നത്. അപ്പൊ സൂതഗോസ്വാമി പറഞ്ഞത് ആദ്യം ഈ പരീക്ഷിത് മഹാരാജാവിന്റെ ജനനത്തിന് മുമ്പ് വ്യാസഭഗവാന്റെ ജനനത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് ശ്രീമദ് ഭാഗവതത്തിന്റെ ഇതിഹാസത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം വ്യാസഭഗവാന്റെ ജനനം, അത് സത്യവതിയില് പരാശരമുനിക്ക് ഉണ്ടായതാണ് വ്യാസഭഗവാൻ എന്ന് പറയുന്നു. സത്യവതി ഗർഭത്തിൽ പരാശരമുനിയുടെ പുത്രനായിട്ടാണ് വ്യാസഭഗവാൻ ജനിക്കുന്നത്. ഒരിക്കല് സൂര്യോദയ വേളയില് സരസ്വതി നദിയുടെ തീരത്ത് വ്യാസഭഗവാൻ ഇരുന്ന് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ വരാൻ പോകുന്ന യുഗം, അതായത് കലിയുഗത്തിനെ കുറിച്ച്, ഇത് സംഭവം നടക്കുന്ന എപ്പോഴാണ്? ദ്വാപര യുഗത്തിലാണ്. കലിയുഗത്തിനെ കുറിച്ച് അദ്ദേഹം വിഷ്വലൈസ് ചെയ്യുകയാണ്. കലിയുഗം എങ്ങനെയായിരിക്കും, അതിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് കലിയുഗത്തിലെ ദുഃഖങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ജീവാത്മാക്കൾ കഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന് കാണാൻ പോകുന്നുണ്ട്. അത് ആ ദിവ്യ ദൃഷ്ടിയുള്ള അദ്ദേഹത്തിന് ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന ശാരീരിക ക്ലേശങ്ങള്, മാനസിക ക്ലേശങ്ങള്, അസുഖങ്ങള്, അപകടങ്ങള്, അൽപായുസ്, ഇതെല്ലാം അദ്ദേഹത്തിന് വീക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ കലിയുഗത്തിന്റെ സ്വാധീനത്തിൽ സർവത്തിനും നാശം സംഭവിക്കുന്ന അദ്ദേഹം കാണുന്നു. അതായത് സത്വഗുണത്തിന്റെ അഭാവമായതുകൊണ്ട് തന്നെ നാസ്തികര് കൂടുതലായിരിക്കും. അതായത് നമ്മൾക്കറിയാം, പ്രകൃതിയുടെ 3 ഗുണങ്ങളിൽ സത്വഗുണം മനുഷ്യനിൽ കൂടുമ്പോൾ മാത്രമേ ആ മനുഷ്യന്റെ മനസ്സ് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിലേക്ക് ചലിക്കൂ. പക്ഷെ കലിയുഗത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതലുള്ളത്
രജോ ഗുണവും തമോ ഗുണവുമാണ്. ഇപ്പൊ രജോ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രജോ ഗുണത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആഗ്രഹങ്ങൾ ഡെവലപ്പ് ആവുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് സമൂഹത്തിൽ നോക്കി അറിയാം, മനുഷ്യൻ ഈ ഓടുന്ന ഓട്ടമല്ല എന്തിനാണ്? കൂടുതൽ ജീവിത സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി. എനിക്ക് അത് വേണം, ഇത് വേണം. പിന്നെ ഇപ്പം കേരളത്തിലൊക്കെ ടെൻഡ് എന്ന് പറഞ്ഞാൽ 2 കാർ വേണം വീട്ടില്, 4 മുറി പോലെ 8 മുറി വേണം. അങ്ങനെ ആഗ്രഹങ്ങൾ കൂടിക്കൂടി വരുന്നതനുസരിച്ച് ഈ ആഗ്രഹങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി ഓടി തളരുമ്പോൾ ഭക്തിക്ക് സ്ഥാനമോ മാനമോ ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഒപ്പം തമോ ഗുണം, തമോ ഗുണം പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ തമോ ഗുണം കൂടുതൽ കാണുന്നത്, അതായത് ഒരു നിസ്സംഗത, ഒന്നും ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ, ചെയ്യുന്നതെല്ലാം തലതിരിഞ്ഞതായിരിക്കും. അപ്പൊ ഇതൊക്കെ അന്ന് വ്യാസഭഗവാൻ അദ്ദേഹത്തിന്റെ പിന്നെ ദിവ്യദൃഷ്ടിത്തിന് കാണാൻ പറ്റി. കലിയുഗത്തിലെ ജനങ്ങൾ അല്പായുസുക്കളാണ്, ബുദ്ധിഹീനരാണ്, പിന്നെ അക്ഷമരാണ്. ഇതൊക്കെ അദ്ദേഹം ദർശിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ മാനസികമായ ദുഃഖമുണ്ടായി. അപ്പൊ അവർക്ക് ഭഗവത് ഭക്തിയോ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ താല്പര്യമോ, അതായത് പിന്നെ യാതൊരുവിധ സത്വഗുണ സ്വഭാവങ്ങൾ പ്രകടമാക്കുന്ന യാതൊരുവിധ സ്വഭാവവും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ദിശാബോധമില്ലാത്ത, പിന്നെ ദിശാബോധം നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകണം അദ്ദേഹം ആഗ്രഹിച്ചു. ഔട്ട് ഓഫ് കമ്പാഷൻ, അതായത് എന്താ, അനുകമ്പ. അത് ഭഗവത് ഭക്തരുടെ ഏറ്റവും വലിയൊരു ഗുണമാണ് അനുകമ്പ. അനുകമ്പ ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള ജീവാത്മാക്കളുടെ അനുകമ്പ ഉണ്ടായിരിക്കണം. നമ്മൾ ബാക്കിയുള്ളവരോട് കൃഷ്ണ ഭക്തിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അനുകമ്പ കൊണ്ടാണ്. എനിക്ക് കിട്ടിയത് ഈ ഭാഗ്യം വേറൊരാൾക്ക് കൂടെ കിട്ടണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം ഉണ്ടാകുന്നു മനസ്സിൽ. കാരണം ഭഗവത് ഭക്തരുടെ ഒരു വലിയ ക്വാളിറ്റിയാണ് അനുകമ്പ. അപ്പൊ അദ്ദേഹം ഒരു ഭഗവാന്റെ ശുദ്ധ ഭക്തനായതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലും ഈ അനുകമ്പ ഉണ്ടായി. അപ്പൊ നമുക്കറിയാം, ജീവാത്മാക്കൾ, ഇവിടെ ഞാൻ പറഞ്ഞു ദിശാബോധം നഷ്ടപ്പെട്ട ജീവാത്മാക്കൾ കലിയുഗത്തില്. ഇപ്പൊ ജീവാത്മാക്കൾ ദിശാബോധം എന്താണെന്ന് പറയുന്നത് എവിടെയാണ്? ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലാണ്. ഭാഗവതത്തിലും ഭാഗവതം അന്നില്ല, ഇപ്പൊ പറയുമ്പോ ഇപ്പൊ ഞാൻ ഭാഗവതത്തിൽ അപ്പം ദിശാബോധം നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് ദിശ കിട്ടുന്നത് അതെവിടെയാണ്? അത് ഭാഗവതത്തിലാണ്, അല്ലെങ്കിൽ ഗീതയിലാണ്, അല്ലെങ്കിൽ വേദങ്ങളിലാണ്. അന്ന് വേദങ്ങളാണ് ഉള്ളത്. ഗീത വന്നിട്ടില്ല, ഭാഗവതവും വന്നിട്ടില്ല. അപ്പൊ അന്നുള്ളത് വേദങ്ങളിലാണ്, ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലാണ്. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി, കലിയുഗത്തിലെ ജനങ്ങൾ അല്പായുസുക്കളാണ്, മന്ദബുദ്ധികളാണ്. അപ്പൊ പഠിക്കാനുള്ള ആഗ്രഹം, സാധാരണ ഭാഷ പോലും പഠിക്കാൻ വയ്യാത്തൊരു സംസ്കൃതത്തില്, അതായത് വേദത്തിന്റെ സൂക്തങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ല, പഠിപ്പിക്കാനും പറ്റത്തില്ല. ഇപ്പൊ കലിയുഗത്തിൽ പഠിക്കാൻ സമർത്ഥമായ വിദ്യാർത്ഥികളോ പഠിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകരോ ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെന്ത് ചെയ്യും? അന്നത്തെ വേദം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ 4 മുഖങ്ങളിൽ നിന്നും വന്നതാണ് വേദം. ആ വേദം ഒരു ഗ്രന്ഥമായിരുന്നു. ഭഗവാൻ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ പ്രകടിപ്പിച്ചു കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് ആണ് വേദം. വേദം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ അറിവെന്നാണ്. അപ്പൊ ഈ ഭൗതിക ലോകത്തിൽ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്തെല്ലാം വേദത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് വേദം ഒരു ഗ്രന്ഥമായിരുന്നു. അപ്പൊ ഒരു സാധാരണ വ്യക്തിക്ക് ഒരു കാര്യം നോക്കണം എന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം എടുത്തു കഴിഞ്ഞാൽ അത് എവിടെയാന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ പഠിക്കുന്നത് എങ്ങനെയാ? അപ്പൊ അതുകൊണ്ട് വ്യാസഭഗവാൻ എന്ത് ചെയ്തു? ഈ വേദത്തിനെ 4ആയിട്ട് തരംതിരിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിന് വേദവ്യാസൻ എന്ന പേര് വന്നത്. വേദം രചിച്ചത് കൊണ്ടല്ല വ്യാസഭഗവാന് വേദവ്യാസൻ എന്ന പേര് വന്നത്, മറിച്ച് വേദത്തിനെ 4ആയിട്ട് തരംതിരിച്ചു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവം. ഇത് 4ഉം വ്യത്യസ്തമായ പല വിഷയങ്ങളെ കുറിച്ച്. അഥർവത്തിനകത്ത് ഈ പൂജാകാര്യങ്ങളും മന്ത്രവാദവും ഒക്കെ അഥർവത്തിനകത്ത് വരുന്നത്. ഓരോ വേദത്തിലും അതിന്റെ വിഷയങ്ങൾ അനുസരിച്ച് അദ്ദേഹം വേദത്തിനെ 4ആയിട്ട് തിരിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായി, ഇതുകൊണ്ട് പോരാ, ഇതും കലിയുഗത്തിലെ ജനങ്ങൾക്ക് ഇതുകൊണ്ടും പറ്റില്ല. അപ്പോഴാണ് അദ്ദേഹം ഉപനിഷത്തുകൾ, 108 ഉപനിഷത്ത് ഒരുപാടുണ്ട്, പ്രധാനപ്പെട്ട 108 ഉപനിഷത്തുകൾ അദ്ദേഹം രചിച്ചത്. ഉപനിഷത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഉഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഇരുന്ന് ഗുരു പരസ്പരം ചോദ്യ ഉത്തരങ്ങളുടെ ഒരു സമന്വയമാണ് ഉപനിഷത്ത്. അതായത് ഒരു ശിഷ്യൻ ഗുരുവിന്റെ അടുക്കുന്ന സംശയങ്ങൾ ചോദിക്കുന്നു, ഗുരു അതിന്റെ ഉത്തരം പറയുക, അതാണ് ഉപനിഷത്ത്.
എന്നിട്ടും അദ്ദേഹത്തിന് മതിയായില്ല. കാരണം ഇതുകൊണ്ടും കലിയുഗത്തിലെ ജനങ്ങൾക്ക് പരിപൂർണമായിട്ട് ആധ്യാത്മികമായ അറിവ് ലഭിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം സംശയം നിന്നിട്ടാണ് അദ്ദേഹം പുരാണങ്ങൾ രചിച്ചത്. അപ്പൊ ഈ വേദങ്ങളെ സിംപ്ലിഫൈ ചെയ്തു, ഉപനിഷത്തുകൾ അദ്ദേഹം രചിച്ചു, പുരാണങ്ങൾ രചിച്ചു. അതിനുശേഷം അദ്ദേഹം ഈ വേദത്തിനെ ശിഷ്യ പരമ്പരയിലൂടെ ലോകം മൊത്തം വ്യാപിപ്പിച്ചു. ശിഷ്യപരമ്പര ആരൊക്കെയാണ്, ഏതൊക്കെ വേദങ്ങൾ ആർക്കൊക്കെയാണ് കൊടുത്തെന്നുള്ളത് 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ടും തൃപ്തി വരാതെ സാധാരണ ഭക്തിയിൽ ഭക്തി ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഇതെല്ലാം ജനിച്ചു. അതായത് വേദത്തിലെ 4ആയിട്ട് തിരിച്ചു, 108 ഉപനിഷത്ത് 108 അധികമുള്ള ഉപനിഷത്തുകൾ അദ്ദേഹം രചിച്ചു, പുരാണങ്ങൾ രചിച്ചു. എന്നിട്ടും അദ്ദേഹത്തിന് മനസ്സിലായി ഇനി സമൂഹത്തില് വായിക്കാൻ താല്പര്യം, അതായത് ഫിലോസഫിക്കൽ നോളജ് താത്വികമായിട്ട് മനസ്സിലാക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യും, അങ്ങനെ അദ്ദേഹം പഞ്ചമവേദം എന്ന പേരിൽ മഹാഭാരതം രചിച്ചത്. മഹാഭാരതം മൊത്തം കഥാരൂപത്തിലാണ്. മഹാഭാരതത്തിൽ എല്ലാം ഉണ്ട്, എന്തെല്ലാം, അതായത് രാഷ്ട്രീയമുണ്ട്, തന്ത്രങ്ങളുണ്ട്, രാജകീയ തന്ത്രങ്ങളുണ്ട്, എല്ലാം മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ പറ്റും. നെഗറ്റീവ് ഇതുകൊണ്ട്, അതായത് എങ്ങനെ കാല് വെട്ടണം, എങ്ങനെ കുതികാല് വെക്കണം, ഇതെല്ലാം മഹാഭാരതത്തിലുണ്ട്. അപ്പൊ കലിയുഗത്തിൽ വിദ്യാഭ്യാസം അല്പമെങ്കിലും ഉള്ളവർക്ക് വേണ്ടി പുരാണങ്ങളും, അതിന് മുകളിൽ ജ്ഞാനമുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപനിഷത്തുകളും മറ്റ് വേദങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ കൂടിയും യാതൊരുവിധ വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവർക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള രീതിയിൽ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് തത്വങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മഹാഭാരതം രചിച്ചു. പക്ഷേ ഇത്രയൊക്കെ രചിച്ചിട്ടും മാനസികമായ ഒരു തൃപ്തി അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരച്ചു കഴിയുമ്പോൾ ആ ചിത്രകാരന് കിട്ടുന്ന ഒരു തൃപ്തി അതില്ലെന്ത് ചെയ്യും, അയാൾ പെയിന്റ് എടുത്ത് ക്ലോസ് ചെയ്യും. ഒരു കവിത രചിച്ചു കഴിഞ്ഞാൽ ആ കവിക്കുണ്ടാകുന്ന ഒരു തൃപ്തി, എന്തിനേറെ വീട്ടമ്മ ഒരു ആഹാരം പാചകം ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രുചിച്ചു നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, സംതൃപ്തി. ഇല്ലെങ്കിൽ എന്തോ ഇവിടെ ഒരു കുറവ് തോന്നില്ല. അതേപോലെ ഇത് ഇത്രയൊക്കെ രചിച്ചിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിനൊരു തൃപ്തി കിട്ടുന്നില്ല, എവിടെ എന്തോ ഒരു കുറവ്. അത് എത്ര ചിന്തിച്ചിട്ടും അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അപ്പൊ അദ്ദേഹം സരസ്വതി ദേവി തന്നെ ധ്യാനത്തിലിരുന്നു. ദിവ്യദൃഷ്ടിയുള്ള വ്യക്തിയാണ് വ്യാസഭഗവാൻ, ഭഗവാന്റെ അംശാവതാരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ധ്യാനദൃഷ്ടി ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എവിടെയാണ് പോരായ്മ. ഞാൻ ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ ഭക്തരെ കുറിച്ചും ഭക്തിയെക്കുറിച്ചും, ഭഗവാൻ കൃഷ്ണ അല്ലെങ്കിൽ നാരായണൻ, വിഷ്ണു എന്തായാലും ശരി, ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ ഭക്തരെ കുറിച്ച്, ഭഗവാന്റെ ഭക്തിയെക്കുറിച്ച് പരിപൂർണമായിട്ട് വിവരിച്ചിട്ടില്ല. ചിലയിടത്തൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഉപനിഷത്തിലായാലും പുരാണങ്ങളിലായാലും മഹാഭാരതത്തിലും ടച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പരിപൂർണമല്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കവിത അല്ലെങ്കിൽ രചിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനമായ തത്വം എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തത്വത്തിനെ കുറിച്ചാണ് കൂടുതൽ പറയേണ്ടത്. ആ തത്വത്തിനെയാണ് നോക്കിയിട്ട് നമ്മൾ ആ കവിതയ്ക്ക് ഒരു പേര് പോലും ഇടുന്നത്, അല്ലെ? ഇപ്പം ചങ്ങമ്പുഴയല്ലേ മാമ്പഴം, അപ്പൊ അതിനകത്ത് ആ പൂക്കളെ കൊച്ചു പറിക്കുന്നു, അതിനെല്ലാം അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത് അതനുസരിച്ച് ആ വിഷയത്തിൽ ഊന്നിയിട്ടാണ് അതിന് പേര് പോലും നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ മഹാഭാരതത്തിൽ കൃഷ്ണനെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ടെങ്കിൽ ശരി, ഭാഗവതത്തിൽ അത്രയും വർണ്ണം നമുക്ക് കാണാൻ പറ്റില്ല. കൂടുതലും കൗരവരെയും പാണ്ഡവരെയും കുറിച്ചാണ്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് മഹാഭാരത ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് കുരുവംശത്തിനെ കുറിച്ചാണ്, കുരുവംശത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഭഗവാനകത്ത് സൈഡ് റോളേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ എഴുതിയ ഗ്രന്ഥം പിന്നെ പുരാണങ്ങളിലായാലും ശരി, ഇതിഹാസത്തിലായാലും ശരി, ബാക്കിയുള്ളിടത്തൊന്നും പരിപൂർണമായിട്ട് ഭക്തിയിലൂന്നി ഭഗവാനെ കുറിച്ചും ഭക്തരെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും വർണ്ണിച്ചിട്ടില്ല. അതുകൊണ്ടാണോ എനിക്കൊരു സന്തോഷം ലഭിക്കാത്തത്, തൃപ്തി ലഭിക്കാത്തത്? ഒരു സെന്റൻസ് ഉണ്ട്, ജഗത്തുഷ്ടി. 2ാമത്തെ വാക്യമാണ് ജഗത്തുഷ്ടി. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം, എനിക്ക് ഓർമ്മ വരുന്നില്ല ആ ഫസ്റ്റ് സെന്റൻസ്. ദൃഷ്ടി ജഗത്തുഷ്ടി, അങ്ങനെ ഒരെണ്ണമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാൻ തൃപ്തി വന്നു കഴിഞ്ഞു കഴിഞ്ഞാല്
മൊത്തം സൃഷ്ടിയിൽ തൃപ്തി ഉണ്ടാകും. ഏത് സമയത്ത് ദ്രൗപദി എടുക്കൽ ദുർവാസ മുനി 10,000 ശിഷ്യന്മാരും വന്നിട്ട് ആഹാരം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുടിച്ചിട്ട് വരാൻ പറഞ്ഞു. നമുക്കറിയാം കഥ. ആ സമയത്ത് അക്ഷയപാത്രത്തിൽ ഒന്നുമില്ലായിരുന്നു, ഒരു ഇലയോ വേണ്ടുണ്ടായിരുന്നുള്ളത്. ഭഗവാൻ അത് ഭക്ഷിച്ചു കഴിഞ്ഞപ്പം ദുർവാസ മുനിക്കും 10,000 ശിഷ്യന്മാർക്കും മാത്രമല്ല മൊത്തം പ്രപഞ്ചത്തിന് തൃപ്തി ഉണ്ടായി. അപ്പൊ ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഭഗവാന് തൃപ്തി വരാതെ വേറെ സൃഷ്ടിയിൽ ആർക്കും തൃപ്തി വരത്തില്ല. അപ്പൊ എങ്ങനെ അദ്ദേഹം ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഗുരു നാരദമുനി അവിടെ വന്നത്. അപ്പൊ അദ്ദേഹം വ്യാസവാന് മനസ്സിലായി ഭഗവാനെ കുറിച്ചും ഭക്തിയെക്കുറിച്ചും ഭക്തരെക്കുറിച്ചും പരിപൂർണമായി വിവരമല്ലാതെ വേറെ ഒന്നും ആർക്കും സംതൃപ്തി നൽകില്ല. ഇപ്പൊ നാരദമുനിയുടെ ആഗമനം, അദ്ദേഹത്തിന്റെ ഗുരുവാണ്, വ്യാസഭഗവാനിൽ വളരെയധികം സന്തോഷം ഉണ്ടാക്കി. കാരണം അദ്ദേഹം ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന് സംശയമാണ് ഇതാണോ എന്നുള്ളത്. പരിപൂർണമായിട്ട് ആ കൺക്ലൂഷനിൽ എത്താൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ സ്വന്തം ഗുരു വന്നു കഴിഞ്ഞാൽ പിന്നെ ഗുരുവിനോട് സംശയം ചോദിക്കാമല്ലോ. അങ്ങനെ ഗുരു വന്നു കഴിഞ്ഞു. 4-ാം അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ബ്രഹ്മാവിന് നൽകുന്നതിനേക്കാൾ വലിയൊരു സ്വീകരണം, അല്ലെങ്കിൽ അതിന് തുല്യമായ സ്വീകരണമാണ് വ്യാസഭഗവാൻ നാരദമുനിക്ക് നൽകിയത്. 4-ാമത്തെ അധ്യായത്തില് 31-ാമത്തെ ശ്ലോകം മുതൽ അതിന്റെ വർണ്ണന തരുന്നത്. അതുകൊണ്ട് തന്നെ 4-ാമത്തെ അധ്യായം അവിടെ തീരുകയാണ്. നാരദമുനി വന്നു. ഇനി വ്യാസനോട് ചോദിക്കുന്നുണ്ട്, നിനക്കൊരു ഗ്ലാനി എന്താണ് ഉണ്ടാകുന്നത്, ഇതാണോ എന്നൊക്കെ പറയുന്നു. പിന്നെ നാരദമുനി തന്റെ കഴിഞ്ഞ ജന്മങ്ങളെല്ലാം പറഞ്ഞ് അങ്ങോട്ട് പോകുന്നത്. ഞാൻ 5-ാമത്തെ അധ്യായത്തിലാണ്. 4-ാമത്തെ അധ്യായം അവിടെ തീരുകയാണ്. നാരദമുനി എത്തി. അപ്പൊ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് നമ്മൾ എന്തിനാണ് ഭക്തി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പൊ ഒരു 10-15-20 മിനിറ്റ് ചിലപ്പോൾ അതിന് എടുക്കുമായിരിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ നമ്മുടെ വിഷയം അവിടെ നിർത്തിക്കൊണ്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമ്മുടെ ഭാഗവത്തിന്റെ ഇതിഹാസം പകുതിയെ നമ്മൾ എത്തിയിട്ടുള്ളൂ. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നമ്മള് ഭക്തിയില് മുമ്പോട്ട് പോകും തോറും പലപ്പോഴും ആ ആദ്യം ഉണ്ടായ ഒരു എന്താ പറയുന്നേ ആവേശം പലപ്പോഴും കാണാതെ വരും. ആർക്കെങ്കിലും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ആ ഒരു എക്സൈറ്റ്മെന്റ് കുറഞ്ഞു വരുന്നതായിട്ട് ഹരേ കൃഷ്ണ. പ്രഭു അങ്ങനെ തോന്നാറുണ്ട്. ചോദിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ തന്നെ. എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് സാധാരണ. സത്യമാണ്. എല്ലാവർക്കും 10-15 വർഷം കഴിയുമ്പോൾ, അതായത് കഴിച്ചിട്ടിറക്കാനും വല്ല മതിരിച്ചിട്ട് തുപ്പാനും പറ്റും. അങ്ങനെ അതൊരു പെർഫെക്റ്റ് കോട്ടല്ല, ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വിടാൻ പറ്റത്തില്ല. പക്ഷെ ഇതെങ്ങനെ ഇനി മുമ്പോട്ട് പോകും, എന്താണ്, എവിടെ നമ്മൾ എത്തിച്ചേരും, ഇങ്ങനെ പല ചോദ്യങ്ങൾ. അപ്പൊ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ആം ഐ സീരിയസ് ഇൻ ഭക്തി? ഞാൻ ഭക്തിയിൽ സീരിയസ് ആണോ? ഇത് എന്നും ചോദിക്കേണ്ടതാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട്? കാരണം കണ്ടുപിടിക്കണം. നമുക്ക് ഇപ്പൊ ഡോക്ടറുടെ കൺസൾട്ടിങ് ഫീസ് 1000 രൂപ വായിക്കുന്നു, 1500 രൂപ വായിക്കുന്ന ഡോക്ടർമാരുണ്ട്. ഡോക്ടറുടെ കൺസൾട്ടിങ് ഫീസ് മരുന്ന് എഴുതുന്നതിനല്ല, അസുഖം കണ്ടുപിടിക്കുന്നതിനാണ്. ഏറ്റവും നല്ലതായിട്ട് അസുഖം കണ്ടുപിടിക്കുന്ന ഡോക്ടർക്ക് പേഷ്യന്റ് കൂടും. അതുപോലെ, കാരണം എപ്പോ വരെ അസുഖം കണ്ടുപിടിക്കില്ല അപ്പോൾ വരെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ ഈ ഒരു സെറ്റ് ബാക്കിന് കാരണം എന്താണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അതിന് ഒരുപാട് കാരണങ്ങൾ വരാം. ഒരുപാട് കാരണങ്ങളുണ്ടാകും. നമ്മളുടെ സീനിയർ ഡിവോട്ടി ആയിരിക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് നമ്മൾ സേവ ചെയ്യുന്നില്ലായിരിക്കാം. വൈഷ്ണവപരാധം കാണാം, നാമാപരാധം കാണാം, സേവാപരാധം കാണാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണും. പക്ഷേ ഇതിനെക്കാട്ടിലൊക്കെ ഉപ്പടിയോട് കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തിനാണ് ഭക്തി ചെയ്യുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയായൊരു ഉത്തരം നമ്മുടെ ഉള്ളിലില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മൾ എന്തിനാണ് ഭക്തി ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ഭാഗവതം പറയുന്നു, നിങ്ങൾ ഭാഗവതം കേൾക്കുന്നു, നാമം ജപിക്കുന്നു, ഇതൊക്കെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നിങ്ങളുടെ ഉത്തരം എന്താണ്? എന്റെ ചോദ്യമാണ്, നിങ്ങളുടെ ഉത്തരം എന്താണ്? ഓരോരുത്തരും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ.
പറഞ്ഞു. സത്യത്തില് പറയാൻ മാത്രം അറിവൊന്നുമില്ല പ്രഭു. പറയാനുള്ള അറിവില്ല. പക്ഷെ നമ്മൾ കുറെ പറഞ്ഞു. കാലം ഒന്നും അറിയാണ്ട് നടന്നിരുന്നു. കുറേശ്ശെ ഇതിലേക്ക് വന്നപ്പോൾ, കൃഷ്ണബോധത്തിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ ഭഗവാനുമായിട്ട് നഷ്ടപ്പെട്ട ആ കണ്ണിയാണ്. അത് വീണ്ടെടുക്കണം. ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലൂടെ അത് വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ അറിവുകൾ ഉണ്ടായി. ഇപ്പോഴും ആ തലത്തിൽ തന്നെ തുടക്കത്തിലുള്ള അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഇനിയും ഒത്തിരി ഒന്നും അറിയില്ല, ഉയരാനുണ്ട് എന്ന് മാത്രം അറിയാം. അജിതമാതാജി പറഞ്ഞല്ലേ? ഭഗവാനെ മറന്നിരിക്കുകയായിരുന്നു ഇപ്പൊ. അതെ അജിതമാതാജി. പ്രഭു. ഓക്കെ. ഇപ്പൊ വേറെ ആരാ പറയുന്നത്? ഹരേ കൃഷ്ണ. ശരിയാണ്. വേറെ ആരാ പറയുന്നത്? ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. ശരിയാണ് പ്രഭു. നമുക്ക് അറിവ് കിട്ടിയത് ഭഗവാന്റെ അംശമായതുകൊണ്ട് നമുക്ക് ഭഗവാനിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സേവ ചെയ്യണം. നമ്മൾ ഭഗവാന്റെ സേവകരാണ്, അത്രേ അറിയുള്ളൂ. ഇനി അതിലേക്ക് എനിക്കറിയാം എന്റെ സേവ ഒന്നും വളരെ നല്ലതല്ല. വളരെ പലപ്പോഴും പല കാര്യത്തിലും മുറിഞ്ഞു പോകാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോ വലിയ ആത്മാർത്ഥത ഇല്ലാണ്ടൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ അങ്ങോട്ടേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താണെന്നൊന്ന് കണ്ടുപിടിച്ച് തരണം എനിക്ക്. ഹരേ കൃഷ്ണ. ആർക്കാ പറയാനുള്ളത്? 13 പേരുണ്ട്, 2 പേരെ പറഞ്ഞോളൂ. സീനിയർ പറഞ്ഞവർ മ്യൂട്ട് ചെയ്യാണ്. പറഞ്ഞവർ മ്യൂട്ട് ചെയ്തത്. നരോത്തം പ്രഭു, എന്തെങ്കിലും ഒന്ന് പറ. അങ്ങയുടെ വാക്കിലേക്ക് അടിക്കാൻ ഞാൻ. ഹരേ കൃഷ്ണ പ്രഭു. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണപ്രേമം കിട്ടണം, അതിനുവേണ്ടി പ്രയത്നിക്കുക. അതാണ് ഉദ്ദേശം. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആരുമില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഞാൻ ശരിക്കും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ അവിടെ വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മള് ആ വഴിക്കല്ല പോകണ്ടെന്നുള്ളത്. അപ്പം ഇപ്പൊ കുറെ കൂടെ ആ ഭൗതികമായതിനെ ഒന്ന് മാറ്റാൻ നോക്കിയിട്ട് കുറച്ച് ആത്മീയമായിട്ട്, അതായത് ഭഗവാനെ ലക്ഷ്യം വെച്ച് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഞാനും കുറച്ച് പുറകോട്ട് പോവുക തന്നെ ചെയ്തു. അതായത് 18 മാല ജപിച്ചുകൊണ്ടിരുന്നത് ഞാൻ പിന്നെ ഈ ക്ഷീണം അങ്ങനെയൊക്കെ കാരണം 16 മാലയിലേക്ക് കുറച്ചു, കീർത്തനങ്ങളൊക്കെ കുറച്ചു. അങ്ങനെ കുറച്ച് പുറകോട്ട് പോയി. ഇപ്പം അങ്ങനെ ഇരിക്കുക. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഓക്കെ. അതായത് നമ്മുടെ ധർമ്മം എന്താണെന്ന് നമ്മൾ അറിയാണ്ടാണ് ജീവിക്കുന്നത് ഇത്ര നാളും. അപ്പോ അതിനനുസരിച്ച് എങ്ങനെയാണ് ഭഗവാന്റെ അടുക്കണ്ടേന്നുള്ളത് നമുക്ക് ഇസ്കോണിൽ വന്നപ്പോ ചെറിയൊരു പാത തുറന്നു കിട്ടി. പക്ഷെ മുഴുവനായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ അറിവ്. ഹരേ കൃഷ്ണ. നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. അത് എനിക്ക് ഏറ്റവും ടച്ചായ 2 കാര്യം. ഒന്ന്, ആദ്യം അജിതമാതാജി, 2 പിന്നെ പത്മജ അല്ലേ ലാസ്റ്റിൽ പറഞ്ഞു, ഡോക്ടർ പത്മജ. 2 കാര്യങ്ങൾ എന്നെ ഒരുപാട് ടച്ച് ചെയ്തു. അതൊന്ന് അജിതമാതാജി പറഞ്ഞത് എവിടെയും തുടങ്ങി അവിടെ തന്നെ നിൽക്കുകയാണെന്ന്. 2 പത്മജാജി പറഞ്ഞു ഞാൻ ഭൗതികമായ ആഗ്രഹത്തിനാണ് വന്നത്. ശരിയാണ്. ഇത് 2 ഒത്തിരി. പിന്നെ നരോത്തം പറഞ്ഞു കൃഷ്ണപ്രേം. ഇതെല്ലാം അർജുനൻ 105 വിദ്യാർത്ഥികൾ ഉള്ളതില്ല, 100 കൗരവരും 5 പാണ്ഡവരോടും ലക്ഷ്യം വെക്കാൻ പറഞ്ഞപ്പം 104 പേരും കണ്ടത് പക്ഷിയായിരുന്നു. അർജുനന് മാത്രമേ പക്ഷിയുടെ കണ്ണുകൾ കണ്ടു. നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം പക്ഷിയാണ്. നമുക്കിന്ന് പക്ഷിയുടെ കണ്ണ് കണ്ടുപിടിക്കണം. അതായത് എന്തിനാണ് ഭക്തി ചെയ്യുന്നുള്ള ആ പ്രിസൈസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാതെ, നമുക്ക് പ്രഭുജി പറഞ്ഞു കൃഷ്ണപ്രേമം. ഓക്കെ, കൃഷ്ണപ്രേമം എങ്ങനെയാണ്, എന്താണ് കൃഷ്ണപ്രേമം നമുക്കതറിയില്ല. ഇപ്പൊ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട്, ഇപ്പൊ നിങ്ങളുടെയൊക്കെ മുതിർന്ന വലിയ ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികൾ കാണും, ഗ്രാജുവേഷൻ പഠിക്കുന്ന കുട്ടികൾ കാണും. കുട്ടിക്കാലത്ത് അവരോട് നിങ്ങൾ പറയുന്നത് പോയിരുന്നു പടിയാന്ന്. ഗ്രാജുവേഷൻ പഠിക്കുമ്പോൾ പറയാറുണ്ടോ? ഗ്രാജുവേഷൻ പഠിക്കുന്ന ആരെങ്കിലും കുട്ടികളുടെ മാതാപിതാക്കളുണ്ടോ ഇതിനകത്ത്? ഹരേ കൃഷ്ണ. ഗ്രാജുവേഷൻ പഠിക്കുന്ന പ്രൊഫഷണൽ എഡ്യൂക്കേഷനുള്ള ഏതെങ്കിലും കുട്ടികളുടെ മാതാപിതാക്കൾ നമ്മുടെ ഇപ്പൊ ഈ 13 പേരിലുണ്ടോ?
ഇല്ല പ്രഭു, ഇല്ലാന്നാ തോന്നുന്നത്. ഇല്ലെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞവരാരെങ്കിലും ഉണ്ടോ? ഉണ്ട്. പ്രൊഫഷണൽ കുട്ടികളൊക്കെ പ്രായമായി. അല്ല, കഴിഞ്ഞവരാരാ? കഴിഞ്ഞവര് അതായത് കുട്ടികൾ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. ആ മാതാജിയുടെ ആണോ? അതെ. ആ മാതാജി പിന്നെ കുട്ടികൾ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അവരോട് പറയാറുണ്ടായിരുന്നു പോയിട്ട് പഠിക്കുമോനെ എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? അത് ഉണ്ടായിരുന്നു. ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ പഠിക്കുമ്പോഴും അല്ല, എന്ന് വെച്ചാൽ അവര് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പിന്നെ അവര് ഹോസ്റ്റലിലേക്ക് പോയി, ദൂരെ പോയി. ഓക്കെ, മ്യൂട്ട് ചെയ്തത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ കുട്ടികളോട് പറയാറുണ്ട്. പക്ഷെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഡിഗ്രിക്കും എഞ്ചിനീയറിംഗിനും MBBS പഠിക്കുമ്പോൾ നമ്മൾ ആ കുട്ടികളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ? രണ്ട് നമ്മളെ വ്യത്യാസം എന്താ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് ലക്ഷ്യമില്ല. പക്ഷെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ആക്കുമ്പോൾ അവർക്കൊരു ലക്ഷ്യം ഉണ്ടാവും. എനിക്ക് ഇന്ന ഡിഗ്രി എടുക്കണം, ഇന്ന ജോലിക്ക് പോകണം. പിന്നെ അവരോട് നമ്മൾ പറയണ്ട, പോയിരുന്നു പടിയടാ പോലും. പിന്നെ അമ്മമാര് പറയണ്ട, മോളെ ചിലരം പോയി കിടന്ന് ഉറങ്ങുക, അല്ലെ മോനെ കുറച്ച് റെസ്റ്റ് എടുക്കുക, നീ നല്ലാത്ത 1 മണി വരെ ഇരുന്ന് പഠിച്ചതല്ലേ, പതുക്കെ എണ്ണിച്ചാൽ മതി. അമ്മ കട്ടൻ ചായ ഇട്ടുകൊണ്ട് കൊടുക്കാറുണ്ട്. കാരണം ലക്ഷ്യം ക്ലിയർ ആയി അവർക്ക് ജീവിതത്തിൽ എന്ത് നേടണം എന്നുള്ളത്. അതുപോലെയാണ് ഭക്തിയിൽ. നമ്മൾ ആദ്യം വരുമ്പോഴൊക്കെ നമ്മളോട് പറയും 1 മാല ജപിക്കും, 4 മാല ജപിക്കും, 8 മാല ജപിക്കുന്നു. പക്ഷെ ഇന്ന് 10ഉം 15ഉം വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ആ ലക്ഷ്യം, മാതാജി പറഞ്ഞാൽ എവിടെയാണോ തുടങ്ങി അവിടെ തന്നെ നിൽക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളെ ലക്ഷ്യം ക്ലിയർ അല്ല. പ്രഭുജി പറഞ്ഞു കൃഷ്ണ പ്രേമം വേണമെന്ന്. കൃഷ്ണ പ്രേമം നമുക്ക് വേണം. നമുക്ക് കൃഷ്ണയുടെ പ്രേമം ഉണ്ടോ? പ്രേമം ഒരു 1 വേ ട്രാഫിക് അല്ല. ഞാൻ ഒരാളിനോട് പറയണം ഐ ലവ് യു, ആ പറയുന്ന വ്യക്തി എന്നോട് പറയാം ഓക്കെ. എവിടെയാ പ്രേമം? പ്രേമവും ഭൗതിക ലോകത്തിൽ പ്രേമമില്ല നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഭൗതിക ലോകത്തിൽ പ്രേമമില്ല നമ്മൾ പറയുന്നത്? ഭൗതിക ലോകത്തിലെ പ്രേമം എന്ന് പറഞ്ഞാൽ ആധ്യാത്മ ലോകത്തിലെ പ്രേമത്തിന്റെ ഒരു പെർവെർട്ടഡ് ഫോമാണ്. ആ 15ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകം ഭഗവത്ഗീത ഊർദ്ധമൂല അധശ്വാകം, തലതിരിഞ്ഞൊരു വൃക്ഷമുണ്ട്. നിങ്ങൾ പലപ്പോഴും വായിച്ചു കാണും ആ ശ്ലോകം. എന്തുകൊണ്ടാണെന്ന് പറയുന്നത്? എന്തെല്ലാം ആധ്യാത്മിക ലോകത്തിലുണ്ടോ അതിന്റെ എല്ലാം തലതിരിഞ്ഞ വർഷമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അവിടെയുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ ശുദ്ധ പ്രേമമാണ്. അതിന്റെ തിരിഞ്ഞ വർഷം. ഇവിടുത്തെ പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെ പ്രേമിക്കുന്നോ ആ വ്യക്തിയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും, ലാഭം. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രേമമില്ല. ഇവിടുത്തെ പ്രേമമല്ല, കണ്ടീഷൻഡ് പ്രേമമാണ്. എനിക്ക് കിട്ടിയാൽ ഞാൻ അത്രയും തിരിച്ചു കൊടുക്കും. ഒന്ന് ചിരിച്ചാൽ ഞാനും ചിരിക്കും. 50% പ്രേമം എനിക്ക് എന്നാൽ ഞാൻ അത്രയും തിരിച്ചു കൊടുക്കും. പട്ടാളത്തിലൊക്കെ ജോലി ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ഗൾഫിലും പട്ടാളത്തിലവർക്ക് ഒരുപാട് അറിയാവുന്ന അനുഭവിക്കുന്ന ഒരു കാര്യമാണിത്. 10 വർഷം നാട്ടിൽ പോകുമ്പോൾ ഏറ്റവും അടുത്ത ആരുടെങ്കിലും ബന്ധുക്കാരുടെ വീട്ടിൽ പോയിട്ട് 1 വർഷം പോയില്ലെങ്കിൽ അവനിപ്പോ വലിയ ആളായി, അവൻ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ല. 10 വർഷം വന്നതും കൊടുത്തും എല്ലാം അവിടെ തീർന്നില്ലേ? എവിടെയാ പ്രേമം? നാട്ടിൽ നിങ്ങൾ പലപ്പോഴും ന്യൂസിലും വാർത്തകളിലും ഒക്കെ കാണും, കേൾക്കുകയും ഉണ്ടായി, വായിക്കുകയൊക്കെ ചെയ്യും. പ്രേമിക്കുന്നു, ചെറുക്കൻ പെണ്ണോട് പറയുന്നു ഐ ലവ് യു, പെണ്ണ് പറയുന്നു ഐ ഹേറ്റ് യു എന്ന് പറയുമ്പോൾ അവളുടെ മൊത്തം ആസിഡ് കൊഴിക്കുന്നു. ഇവിടെ പ്രേമം എവിടെയാ? അപ്പൊ എനിക്ക് എന്റെ മനസ്സിന് എന്റെ ശരീരത്തിന് സുഖം കിട്ടുന്ന ഒരു പ്രവൃത്തി ഉണ്ടായാൽ എനിക്ക് അത്രയും നേരം സ്നേഹമുണ്ട്. അതാണോ പ്രേമം? പ്രേമം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സുഖങ്ങളും എല്ലാം നമ്മൾ ത്യജിക്കുന്നു, നമ്മളെ ആരെ സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടി ത്യജിക്കുമ്പോഴാണ് അവിടെ പ്രേമം ഉണ്ടാകുന്നത്. ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തത് ഞാൻ ആരെ സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടി ത്യജിക്കുമ്പോഴാണ് എനിക്ക് പ്രേമം ഉണ്ടാകുന്നത്, തെളിയുന്നത്. ഇപ്പൊ മദ്യപിക്കുന്ന ഒരാളിനോട് ഡോക്ടർ പറഞ്ഞു ഇനി നീ മദ്യപിച്ചാൽ നീ മരിച്ചു പോകും, അയാൾ മദ്യം ഉപേക്ഷിച്ചു. ഇന്നത് ത്യാഗമൊന്നുമില്ല. പക്ഷെ തന്റെ ഭാര്യയും കുട്ടികളും പറയുന്നു അച്ഛ അല്ലെങ്കിൽ ചേട്ടാ മദ്യപിക്കരുത്. ശരി, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മദ്യപിക്കുന്നില്ല. ഒരു നെഗറ്റീവ് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അത് ത്യാഗമാണ് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി. ഇപ്പൊ ത്യാഗം എന്ന് പറഞ്ഞാൽ എന്റെ സുഖ സൗകര്യങ്ങൾ ഞാൻ വേറൊരാളിന് വേണ്ടി ത്യജിക്കുമ്പോൾ അവിടെ അത് ത്യാഗം ഉണ്ടാകും, അവിടെ പ്രേമം ഉണ്ടാകും. നമ്മൾ എന്താണ് ഭഗവാന് വേണ്ടി ത്യജിച്ചിട്ടുള്ളത്? നമ്മൾ നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം വിനിയോഗിക്കുന്ന ആ സമയം നമ്മൾ വെട്ടിക്കുറച്ചിട്ടില്ല. ഇപ്പോഴും എവിടുന്നൊക്കെ 2 മണിക്കൂർ എടുത്ത് ജപിക്കുന്നു. ആ ജപം പോലും എങ്ങനെയാണെന്ന് ഭഗവാൻ മാത്രമേ അറിയുള്ളൂ. ഭഗവത്ഗീതയിൽ 9ാമത്തെ അധ്യായത്തിൽ 25ാമത്തെ അധ്യായം 9ാമത്തെ അധ്യായത്തിൽ 25ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു യജ്ഞാനാം യജ്ഞാനാം ജപയജ്ഞ അസ്മി. 9 പോയിന്റ്. യാഗങ്ങളിൽ വെച്ചിട്ട് ഞാൻ
നാമജപമാണെന്ന്. ഭഗവാൻ നാമജപത്തെ യാഗമായിട്ടാണ് കാണുന്നത്. നമ്മൾ അങ്ങനെയാണോ കാണുന്നത്? നമ്മൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും. ഇപ്പൊ നിങ്ങൾ വീട്ടിലൊരു യാഗത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു പിന്നെ യാഗത്തിന് ആരെങ്കിലും വിളിച്ച് അവര് അഗ്നികുണ്ഡത്തിൽ ഒഴുകുന്ന ഹോമിക്കുകയാണ്. ഓം സ്വാഹ, സാറ് വന്ന ഇരിക്കേ, ഓം സ്വാഹ, മൊബൈൽ എടുത്ത് നോക്കുന്നു അർത്ഥം പറയും. നമ്മൾ എന്ത് ചെയ്യും? ഇതെന്തൊരു യാഗമാണെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്നതോ ജപത്തെ നമ്മൾ യാഗമായിട്ട് കാണും. അതായത് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഏറ്റവും വലിയ കണക്ഷൻ നാമജപത്തിലൂടെയാണ്. ആ നാമജപത്തിൽ 2 മണിക്കൂർ പോലും നമ്മൾ ശരിയായിട്ട് വിനിയോഗിക്കുന്നില്ല. വീട്ടുകളിൽ ജപിക്കുന്നവര് വലത് കൈയെ മാല വെച്ചിട്ട് ഇടത് കൈ കൊണ്ട് കൂട്ടാനും വിളക്കും ചോറും വെക്കും, വേണേൽ വാരി കൊടുക്കുകയും ചെയ്യും, അടുത്ത വിളമ്പി കൊടുക്കുകയും ചെയ്യും. മൊബൈൽ വന്നാൽ മൊബൈൽ എടുത്ത് നോക്കും. ഇത് യാഗമാണോ? അപ്പൊ ഭഗവാന് വേണ്ടി നമ്മളൊന്നും ത്യജിക്കുന്നില്ല. നമ്മൾ ഭക്തി ചെയ്യുന്നത് കണ്ടീഷൻ വെച്ചിട്ടാണ്. ഞാൻ പട്ടാളത്തിൽ എപ്പോഴും പറയാനുള്ള കാര്യം ഉണ്ടായിരുന്നു. പട്ടാളത്തിൽ എല്ലാ ദിവസവും 6 മണിക്ക് PT ഉണ്ട്, സൺഡേ ഒഴിച്ച്. സാറ്റർഡേ സൺഡേ ഒഴിച്ച് എല്ലാ ദിവസവും PT ഉണ്ട് രാവിലെ 6 മണിക്ക്. അപ്പൊ അത് കാണുന്നവർക്കൊന്നും പട്ടാളത്തിൽ എന്ത് ഡിസിപ്ലിൻ, എന്ന് രാവിലെ 6 മണിക്ക് PT പോകുന്നു. രാത്രി സിയോ എന്ന് പറയട്ടെ, നാളെ മുതൽ ഇഷ്ടമുള്ള ഒരു PT വന്നാൽ മതി, ഇല്ലാത്തൊരു വരണ്ട, അവിടെ ഉറക്കണം പറഞ്ഞാൽ സിയോ പോലും വരത്തില്ല, ദിവസം ആരും വരത്തില്ല. കാര്യം അത് പോയേ പറ്റൂ, അതുകൊണ്ട് പോകുന്നു. അതേപോലെ നമുക്ക് ഇതൊക്കെ ചെയ്തേ പറ്റൂ. ഇപ്പൊ പറഞ്ഞ ഓരോ കണ്ടീഷൻസ്, ഭഗവാന്റെ അടുക്ക തിരിച്ചു പോകണം, ആധ്യാത്മ ലോകത്തിൽ പോകണം, എനിക്ക് പിന്നെ ഇത് വേണം, എനിക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് മോക്ഷം വേണം, എനിക്ക് പ്രേമം വേണം, എല്ലാം ഞാൻ. വേർ ഈസ് കൃഷ്ണ? കൃഷ്ണൻ എവിടെ? ഞാൻ എപ്പോഴും ഇവിടെ ഭാഗവതം ക്ലാസ്സിൽ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. നമ്മൾ പ്രസാദം കഴിക്കാൻ ഇരിക്കുകയാണ്. പ്രസാദത്തിനൊന്ന് ചോറും സാമ്പാറുമാണ്, രാത്രിയിലാണ്. സാമ്പാറിനകത്ത് ബൈ മിസ്റ്റേക്ക് 2 പ്രാവശ്യം ഉപ്പിട്ടു. 2 പ്രാവശ്യം ഉപ്പിട്ടു, അറിയാതെ ഇട്ടുപോയി. നിങ്ങളെടുത്ത് ആദ്യത്തെ ഉരുള വായി വെച്ചപ്പോൾ ഇറക്കാൻ പറ്റത്തില്ല, എത്ര ഉപ്പാണ്. ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കും? സത്യസന്ധമായിട്ട് ആരെങ്കിലും ഒരാൾ പറയാമോ? ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കും? ആരെങ്കിലും ഒരാൾ പറ സത്യസന്ധമായിട്ട്. ഹരേ കൃഷ്ണ പ്രഭു, അയ്യോ ഇത് എങ്ങനെ കഴിക്കും, ഇങ്ങനെ നോക്കാണ്ട് ഉപ്പിട്ട് ആരെങ്ങനെ കഴിക്കാനാന്ന് പറയും. ആരാ ഇത് വേവിച്ചത്? ഇന്നിനി വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും? വെക്കാൻ സമയമില്ല, ചേട്ടനാണ് വിശന്ന് പ്രാന്തി പിടിച്ചിരിക്കുമായിരിക്കും, ഒരു പഴം പോലും ഇല്ല കഴിക്കാൻ. പക്ഷെ അത് ഭഗവാൻ നേദിച്ചതാണ്. ഭഗവാൻ ഇത് എങ്ങനെ കഴിച്ചു നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഭഗവാൻ ഇന്ന് രാത്രി നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? എവിടെ അവന്റെ പ്രേമം? നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ കുറിച്ച് മാത്രമാണ്, കൃഷ്ണനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. കൃഷ്ണന്റെ ഒരൊറ്റ മുഖമേ നമുക്കറിയുള്ളൂ. വൃന്ദാവനത്തിൽ ഭഗവാൻ ഓടക്കുഴൽ വായിച്ചുകൊണ്ട് സഖമാരോടും സഖിമാരോടും ഒത്ത് കറങ്ങി നടക്കുന്നു, വെണ്ണ കട്ട് തിന്നുന്നു, പിന്നെ കുഴം പൊട്ടിക്കുന്നു. അത് ഈ ഒറ്റ കൃഷ്ണൻ നമുക്കറിയുള്ളൂ. കൃഷ്ണന്റെ വേറൊരു മുഖമുണ്ട്. നമുക്ക് വേണ്ടി അനുനിമിഷം കരയുന്ന ഒരു കൃഷ്ണൻ. ഓരോ ജീവാത്മാവും തിരിച്ച് ആധ്യാത്മ ലോകത്തിൽ കൊണ്ടുവരാൻ വേണ്ടി 24 മണിക്കൂറല്ല, 360 ദിവസമല്ല, മുഴുവൻ സംവത്സരങ്ങളോടും പ്രയത്നിക്കുന്ന കൃഷ്ണൻ. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഭഗവാൻ ഇടപെട്ട് ഭക്തിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വരുന്നത്? എന്തിനാണ് ഗുരുക്കന്മാരെ അയക്കുന്നത്? ഭഗവാൻ കംസനെ കൊല്ലാനോ രാവണനെ കൊല്ലാനോ ഹിരണ്യകശിപുവിനെ കൊല്ലാനോ വരേണ്ട ആവശ്യമില്ല. ഈ ലീലകളൊക്കെ വായിച്ചിട്ടെങ്കിലും നമ്മുടെ ഹൃദയശുദ്ധിയായിട്ട് ഇവർ തിരിച്ചു വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഏതെങ്കിലും ഒരു പിതാവിന്റെ ഒരു വീട്ടില് ഒരു പയ്യൻ പിഴച്ചു പോയെന്നിരിക്കട്ടെ, സമൂഹത്തിന് കൊള്ളരാത്ത പ്രവൃത്തിയാണ് അവൻ ചെയ്യുന്നത്. അന്യടവാനെ മോട്ടിക്കുന്നു, പിടിച്ചു പറിക്കുന്നു, പെൺകുട്ടികളെ ദ്രോഹിക്കുന്നു, മദ്യപിക്കുന്നു, മയക്കുമരുന്ന് കഴിക്കുന്നു, നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ദോഷകരം. അച്ഛനമ്മയ്ക്കുണ്ട ദുഃഖം നമുക്കൊക്കെ മക്കളുള്ള നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അതൊക്കെ എന്നും വൈകിട്ട് മദ്യപിച്ച് മയക്കുമരുന്നിട്ട് വരുന്ന അവനെ സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം രാത്രിയിൽ അച്ഛൻ അവനെ വെളിയിലിറക്കി കഥ കടച്ചു. അവൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് അറിയാം? മൊബൈൽ എടുത്തിട്ട് കൂട്ടുകാരനെ വിളിക്കുക, എടാ പിന്നെ കിളവന് പ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നു, എന്നെ വെളിയിൽ അച്ഛനും പറയത്തില്ല, കിളവന് പ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നു, എന്നെ വിളിച്ച് വെളിയിൽ കഥ കടച്ചു, എന്തെങ്കിലും ഉണ്ടോ 2 അടിക്കാൻ, കെട്ടെല്ലാം പോയി എന്ന് പറയും. അവൻ കൂട്ടുകാരുടെ കൂടെ വീണ്ടും പോയി കഞ്ചാവ് വലിക്കും, അല്ലെ കള്ളു കുടിച്ചിട്ട് ഏതെങ്കിലും ഓടെ കിടക്കും, കടപ്പുറത്ത് കിടക്കും, കടയുടെ വാതിക്കെ കിടക്കും, അവൻ ഉറങ്ങും. പക്ഷെ അച്ഛൻ അതിനകത്ത് ഉറങ്ങാൻ കഴിയില്ല. ആ പിതാവിനും മാതാവിനും ഒന്നും ഉറങ്ങാൻ കഴിയില്ല. കാരണം എൻ്റെ കുട്ടി പിഴച്ചു പോയല്ലോ കൃഷ്ണ, അവൻ എവിടെയായിരിക്കും, വല്ല കഴിച്ചു കാണും എന്നുള്ള ചിന്തകൾ.
നമ്മളും അതുപോലല്ലേ? ഭഗവാനെ മറന്ന് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ഗട്ടറിലും അവിടെ ഇവിടെ കിടന്ന് ഉറങ്ങുകയല്ലേ? ഭൗതികമായ ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്, ഭൗതികമായ ഉത്തരവാദിത്തത്തിന് വേണ്ടി നമ്മൾ കൃഷ്ണൻ മറന്നല്ലേ ജീവിക്കുന്നത്? 24 മണിക്കൂറിൽ എത്ര നേരം നമ്മൾ കൃഷ്ണൻ ഓർക്കുന്നുണ്ട്? ആ കൃഷ്ണൻ 24 മണിക്കൂർ നമ്മളെ ഓർക്കും, നമ്മളെ മാത്രം ഓർക്കുകയാണ്. ആ പിതാവിനെ പോലെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആ ചെറുപ്പക്കാരൻ വന്നിട്ട് പിതാവിന്റെ കാൽക്കൽ വീണിട്ട് പറയുകയാണ്, അച്ഛാ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യാതെ അച്ഛൻ പറഞ്ഞ പോലെ അനുസരിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞാൽ ആ പിതാവ് എന്ത് ചെയ്യും? ആ മകനെ ആലിംഗനം ചെയ്ത് നെറുകിൽ ചുംബിക്കും. ആ ഒരു അവസരത്തിന് വേണ്ടി, ആ ഒരു ക്ഷണത്തിന് വേണ്ടി കൃഷ്ണൻ കാത്തിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഈ ജീവാത്മാവ് എന്നോട് നോക്കി കൈകൂപ്പിക്കൊണ്ട്, കൃഷ്ണ ഞാൻ അങ്ങയുടേതാണ്, ഇനി മുതൽ ഞാൻ അങ്ങയുടെ ഉപദേശങ്ങൾ അനുസരിച്ച് ഞാൻ ജീവിച്ചു കൊള്ളാം, അങ്ങയ്ക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാം എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി ഓരോ നിമിഷവും ഓരോ വ്യക്തികൾക്കും വേണ്ടി കൃഷ്ണൻ കാത്തിരിക്കുകയാണ്. ആ കൃഷ്ണന് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? എന്താണ് ചെയ്യുന്നത്? 1 മണിക്കൂർ നേരത്തെ എഴുന്നേക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. 2 മാല എക്സ്ട്രാ ജപിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. 1/2 മണിക്കൂർ ഒരു ദിവസം ഇരുന്ന് ഭാഗവതം വായിക്കാനോ കേൾക്കാനോ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. ബാക്കി എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾ ചെയ്യുന്നു. നമ്മൾ ഒന്നും മാറ്റിവെക്കാറില്ല. ഭൗതികമായത് മാറ്റിവെക്കുന്ന ഇത് മാത്രം. കാരണം നമുക്ക് കൃഷ്ണനോട് പ്രേമമില്ല. നിങ്ങൾക്കറിയാം ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു ഉദാഹരണം. ഏതെങ്കിലും ഒരു വീട്ടമ്മ, ഒരു സ്ത്രീ ഒരു അന്യപുരുഷനോട് സ്നേഹം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ ആ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യും. കുട്ടികളുടെ തുണി നനയ്ക്കും, ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കും, അമ്മായിയമ്മയുടെ അമ്മായിപ്പന്റെ എല്ലാം നോക്കും, വീട് തുടയ്ക്കും, തൂക്കും, ആഹാരം പാചകം ചെയ്യുമ്പോഴെല്ലാം ഓർക്കുന്ന ആരെ കുറിച്ചായിരിക്കും? തന്റെ കാമുകനെ കുറിച്ച്. നമുക്കങ്ങനെ കൃഷ്ണനെ കുറിച്ച് ഓർക്കാൻ കഴിയുന്നുണ്ടോ? ആ സ്ത്രീക്ക് ആ അന്യപുരുഷന്റെ പ്രേമം, ഭൗതികമായ പ്രേമം ഉണ്ടെങ്കിൽ കൂടി, ഭൗതികമായ പ്രേമമായിട്ട് കൂടി മറക്കാൻ കഴിയത്തില്ല. നമുക്കോ ഓർക്കാൻ കഴിയുന്നില്ല കൃഷ്ണനെ. ആലോചിച്ചു നോക്കുക, എന്തുകൊണ്ട് നമുക്ക് ഓർക്കാൻ കഴിയുന്നില്ല? കാരണം നമ്മുടെ ഉള്ളിൽ കൃഷ്ണ പ്രേമം ഇല്ല. നമുക്ക് കൃഷ്ണപ്രേമം വേണം, നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ നമുക്ക് കൃഷ്ണ? നമ്മൾ ഭക്തി ചെയ്യുന്നത് നമ്മളുടെ സുഖസൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. കൃഷ്ണന്റെ പ്രസന്നതയ്ക്ക് വേണ്ടി നമ്മൾ ഭക്തി ചെയ്യുന്നുണ്ടോ? കാരണം കൃഷ്ണ പ്രേമം എന്താണെന്ന് ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല, ഗുരുക്കന്മാർക്ക് അറിയാം, അനുഭവിച്ച ശുദ്ധ ജീവാത്മാക്കൾക്കറിയാം, നിത്യമുക്ത ജീവാത്മാക്കൾക്ക് അറിയത്തുള്ളൂ. നമുക്ക് അവസാനം, ജീവിതത്തിന്റെ അവസാനമാണ് കൃഷ്ണപ്രേമം വെളിപ്പെടുന്നത്. പക്ഷെ നമ്മൾ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും വെച്ചിട്ട് നമുക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയുമല്ലോ. നമുക്ക് ഒരു ദിവസം എത്ര പ്രാവശ്യം കൃഷ്ണനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്? ഭൗതികമായ എല്ലാത്തിനെ കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ട്. ജപിക്കുമ്പോഴല്ല, ക്ലാസ്സിലിരിക്കുമ്പോഴല്ല, അല്ലാത്ത സമയത്ത് നമ്മൾ ബാക്കിയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ കൃഷ്ണനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ശ്ലോകം നമ്മുടെ നാവിൽ വരുന്നുണ്ടോ? ഏതെങ്കിലും പേരുകൾ വരുന്നുണ്ടോ? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അത് നമ്മൾ കേരളത്തിൽ അത് കേട്ടിട്ടാത്ത ഏതെങ്കിലും ഹിന്ദുക്കളുണ്ടോ? എന്തുകൊണ്ട് നമ്മുടെ നാവിൽ വരുന്നില്ല? ഹരികൃഷ്ണ മന്ത്രം പോട്ടെ, കാരണം നമ്മുടെ ഉള്ളിൽ കൃഷ്ണപ്രേമമില്ല. തീർച്ചയായും ഓരോരുത്തർ അവരവരോട് തന്നെ ചോദ്യം, എന്റെ ഉള്ളിൽ കൃഷ്ണപ്രേമം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മൾ എന്താണ് ത്യജിക്കുന്നത്? ആ പ്രേമം സബലീകരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ത്യജിക്കുന്നുണ്ട്? നമ്മള് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ഒരുപാട് പ്രേമം കാണാം. ചോര കൊണ്ട് ലവ് ലെറ്റർ എഴുതുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. പാകിസ്ഥാനിൽ നിന്ന് ഒരു സ്ത്രീ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഒരു ഹിന്ദു യുവാവ് രാജസ്ഥാനിലെ ഡൽഹിക്ക് അടുത്ത് കണ്ടുള്ളത്, ഭർത്താവിനെ മക്കളെ ഉപേക്ഷിച്ചിട്ട് ബോർഡർ ക്രോസ് ചെയ്ത് ഇവിടെ വന്നു. അതേപോലെ ഇന്ത്യയിൽ നിന്ന് ഒരു യുവതി പാകിസ്ഥാനിലും പോയിട്ടുണ്ട്. ഇപ്പൊ അവര് മതം മാറി അവിടെ വിവാഹം കഴിച്ചു. സോഷ്യൽ മീഡിയയിൽ കൂടി പരിചയപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി ആ സ്ത്രീ തകിച്ച ത്യാഗം നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല. കാരണം കാടും മലയും നദിയും പട്ടാളവും എല്ലാവരുടെ കണ്ണ് വെട്ടിച്ച് അവൾ ഇവിടെ എത്തി. ഇപ്പോഴും ഇന്ത്യയിലുണ്ട് അവര്, പേര് ഞാൻ ഓർക്കുന്നില്ല. ഒരു നമ്മൾ എന്ത് ത്യാഗമാണ് കൃഷ്ണന് വേണ്ടി ചെയ്യുന്നത്? ഏതെങ്കിലും സുഖസൗകര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? എവിടെയാണ് നമ്മുടെ ഉള്ളിൽ കൃഷ്ണപ്രേമം? യാന്ത്രികമായിട്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു ഭക്തിയുടെ പേരിൽ.
ആർക്കെങ്കിലും തോന്നുന്നുണ്ട് ഈ ഭക്തി കൊണ്ട് നമ്മൾ ഗോലോക വൃന്ദാവനത്തിൽ ചെല്ലുമെന്നോ അല്ലെങ്കിൽ നമുക്ക് കൃഷ്ണപ്രേമം ലഭിക്കുമെന്നോ? എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയോ ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ട്, ചെയ്യുന്നതിൽ തൃപ്തിയില്ല. പോരാന്ന് മനസ്സ് പറയുന്നുണ്ട്. പല കാരണങ്ങളും പലപ്പോഴും കഴിയാതെ പോകുന്നു. എന്റെ പിന്നെ ഈ ടേബിളിൽ ഇരിക്കുന്ന ബുക്സും അലമാരിക്കുന്ന ബുക്സും കാണുമ്പോൾ എനിക്ക് ഒരു ഭയവും കുറ്റവും തോന്നി. ഇത് എങ്ങനെ മൊത്തം പഠിച്ചു തീർക്കാൻ പറ്റും? വാങ്ങിച്ചു വെച്ചിട്ട് തൊടാത്ത പുസ്തകങ്ങൾ വരെയുണ്ട്. നമ്മൾ എല്ലാത്തിനും സമയം കണ്ടെത്തുന്നുണ്ട്. എത്രയോ കോടി ജന്മങ്ങൾക്ക് ശേഷമാണ് മനുഷ്യ ശരീരം കിട്ടിയത്. ആ മനുഷ്യ ശരീരം കിട്ടിയതിന് ശേഷം എത്രയോ ജന്മങ്ങളുടെ സത്കർമ്മം കൊണ്ടാണ്, സുഹൃതം കൊണ്ടാണ് നമുക്ക് കൃഷ്ണഭക്തി കിട്ടിയത്. എന്തെല്ലാം സുഹൃതത്തിന്റെ പേരിൽ നമുക്കൊരു ഗുരുവിനെ കിട്ടിയത്, ഭക്തരുടെ സംഘം കിട്ടിയത്, അസോസിയേഷൻ കിട്ടിയത്. ഇങ്ങനെയൊക്കെ കിട്ടിയിട്ട് നമ്മൾ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പൊ നമുക്ക് നമ്മുടെ ലക്ഷ്യം ക്ലിയർ ചെയ്യണം. അർജുന്റെ ലക്ഷ്യം ആ പക്ഷിയുടെ കണ്ണുകളായിരുന്നു. അത് പ്രിസൈസ് ആ കിളിയെ പ്രിസൈസ് ചെയ്ത് അവിടം വരെ കൊണ്ടുവന്നത് പോലെ നമുക്ക് ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാർഗത്തെ സാധൂകരിക്കാൻ പറ്റൂ, ന്യായീകരിക്കാൻ പറ്റൂ, ആ മാർഗത്തെ ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു ചെറിയ എക്സർസൈസ് ചെയ്യാം. ഇത് ഞാനെങ്ങും വായിച്ചതല്ല, ഞാനെങ്ങും കേട്ടതല്ല. ഒരു ദിവസം ജപിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. 5-6 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാതെ ഒരുപാട് ഞാനിപ്പോൾ പറഞ്ഞാണെങ്കിൽ ഇഷ്ടം പോലെ പറയാനുണ്ട്, ഇഷ്ടം പോലെ എന്തൊക്കെയോ എനിക്ക് മനസ്സിൽ കടന്നിങ്ങനെ കിട്ടുന്നുണ്ട്. എനിക്കെല്ലാം ഞാൻ നോട്ട്സ് ഒന്നും തയ്യാറാക്കില്ല, ഇങ്ങനെ മനസ്സിൽ വന്ന് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇടയ്ക്കൊക്കെ ഓർമ്മ വരുമ്പോൾ ഞാൻ ഓരോ ക്ലാസ്സുകളിൽ അത് പറയാം. ജപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജപിക്കുന്നതിനെ കുറിച്ച് ഇച്ചിരി സംസാരിക്കാം. എന്താണ് അറ്റൻറ്റീവ് ചാണ്ടിങ് എന്ന് പറഞ്ഞു? അറ്റൻറ്റീവ് ചാണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒന്ന്, നമ്മൾ ജപിക്കുന്ന ശബ്ദത്തെ നമ്മൾക്ക് വ്യക്തമായിട്ട് കേൾക്കണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ. ഓരോ വാക്കുകളിൽ ഓരോ അക്ഷരവും നമ്മൾ കേൾക്കണം. ആ കേട്ടുകൊണ്ടിരിക്കാൻ മനസ്സ് പോകും. ആ മനസ്സിനെ പിടിച്ച് തിരിച്ച് അവിടെ കൊണ്ടുവരണം. അതാണ് അറ്റൻറ്റീവ് ചാണ്ടിങ്. ഇതിന് 3 സ്റ്റേജ് ഉണ്ട്. ഇത് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. ശരിയോ തെറ്റോ നിങ്ങൾക്ക് നിശ്ചയിക്കും. ആദ്യത്തെ സ്റ്റേജില് മനസ്സിനെ തിരിച്ചു കൊണ്ടുവരുന്നതും മനസ്സ് പോകുന്നതും തമ്മിലുള്ള ഗ്യാപ്പ് വലുതായിരിക്കും. അതായത് പോയി കഴിഞ്ഞ് ചിലപ്പം വളരെ, അതായത് നമ്മളിപ്പോ ഒരു റൗണ്ട് മാല ജപിക്കുമ്പം 1-2 പ്രാവശ്യമായിരിക്കും മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് ആദ്യത്തെ സ്റ്റേജിൽ. രണ്ടാമത്തെ സ്റ്റേജിൽ അടിക്ക് പോവും വരും. മൂന്നാമത്തെ സ്റ്റേജിലും ആദ്യത്തെ പോലെ തന്നെയാണ്. 3-4 പ്രാവശ്യം പോവുമായിരിക്കും, 3-4 പ്രാവശ്യം വരുമായിരിക്കും. അപ്പൊ ആദ്യത്തെ സ്റ്റേജും മൂന്നാമത്തെ സ്റ്റേജും തമ്മിലുള്ള വ്യത്യാസം എന്തുവാണ്? ആദ്യത്തെ സ്റ്റേജിൽ മനസ്സ് പോകുന്നത് നമ്മൾ അറിയുന്നില്ല. 10-15 മിനിറ്റ് കഴിയുമ്പോൾ അയ്യോ ഞാൻ എവിടെയാ, മാല ജപിക്കുന്നുണ്ട്, എവിടെയാ, പിന്നെ മനസ്സിനെ കൊണ്ടുവരും. അപ്പോഴത്തേക്ക് 5 മാല കഴിഞ്ഞു കാണും. 16 മാല ജപിക്കുന്നിടത്ത് 5-6 പ്രാവശ്യം മനസ്സിനെ കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ കുറെ ജപിച്ച് കഴിയുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൽ മനസ്സ് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ പോവും കൊണ്ടുവരും. അത് അപരാധ മുക്ത ജപത്തിലോട്ട് നമ്മൾ പോവുകയാണ്. മൂന്നാമത്തെ സ്റ്റേജിൽ മനസ്സിന്റെ പോക്ക് കുറവായിരിക്കും. ആദ്യത്തെ സ്റ്റേജിൽ മനസ്സിന്റെ പോക്ക് കൂടുതലാണ്, പക്ഷെ തിരിച്ചു കൊണ്ടുവരുന്നത് വളരെ കുറവാണെങ്കിൽ, മൂന്നാമത്തെ സ്റ്റേജിൽ മനസ്സിന്റെ പോക്ക് കുറവായത് കൊണ്ടാണ് തിരിച്ചു കൊണ്ടുവരുന്നതും കുറവാണ്. ആദ്യത്തെ സ്റ്റേജിൽ 5-6 പ്രാവശ്യം തിരിച്ചു കൊണ്ടുവരും, കാരണം നമ്മൾ അറിയുന്നില്ല. മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ അറിയുന്നുണ്ട്, പക്ഷെ മനസ്സ് പോകുന്നില്ല. ഇപ്പൊ കൊച്ചു കുട്ടികളെ 1-1.5 വയസ്സുള്ള കുട്ടി നമുക്കറിയാം, മുറ്റത്ത് ഓടുമ്പോൾ അമ്മ പിടിച്ചകത്ത് കൊണ്ടുവരും, പിന്നെ അവന് ഓടി പിടിച്ചുകൊണ്ടുവരും. ഒരു 5-6 പ്രാവശ്യം ഓടിക്കഴിഞ്ഞ് പിടിച്ചുകൊണ്ടുമ്പോൾ അവന് മനസ്സിലായി പോയിട്ട് കാര്യമൊന്നുമില്ല, ഇവർ പിടിച്ചുകൊണ്ടുവരും. അപ്പൊ അവൻ അവിടെ നിന്ന് കളിക്കാൻ തുടങ്ങും. മനസ്സും ഏതാണ്ട് അതുപോലെയാണ്. ഇത്രയും വർഷങ്ങളായിട്ട് മനസ്സിന്റെ ഇഷ്ടത്തിൽ മനസ്സ് പറഞ്ഞാൽ നമ്മൾ കേട്ടു. ഇപ്പൊ തിരിച്ചാകുമ്പോ മനസ്സിനും തോന്നും അതെന്ത് പണി, അപ്പൊ ഇത്രയും നാൾ ഞാൻ പറഞ്ഞാണ് കേട്ടത്, ഇപ്പൊ അത് നടക്കുന്നില്ലെങ്കിൽ അപ്പൊ മനസ്സിന് ഇച്ചിരി ദേഷ്യം വരും, മനസ്സ് പെട്ടെന്ന് പോകും. 2, പാലാഴി മദനത്തിലും അമൃതല്ല ആദ്യം വന്നത്, വിഷമാണ് ആദ്യം വന്നത്. എന്തെല്ലാം വന്നതിന് ശേഷമാണ് അമൃത് വന്നത്.
അതേപോലെയാണ് ഹൃദയം. നമ്മൾ ഹൃദയത്തെ കടയുകയാണ്, മനസ്സിനെ കടയുകയാണ്. അപ്പൊ ഈ ജന്മജന്മാന്തരങ്ങളായിട്ട് എന്തെല്ലാം ഇതിനകത്ത് അടിഞ്ഞുകൂടിയ കഥ അതൊക്കെ ജപിക്കുമ്പോൾ വെളി വരും. പായാടി മന്ദനത്തിന്റെ പറയപ്പെടാൻ കൊടുത്ത് അതിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളൊരു കാര്യം, ആ അമൃത് കടയാൻ വേണ്ടി എന്തെല്ലാം പ്രയാസങ്ങൾ നേരിട്ടു. ആദ്യം മുതൽ തന്നെ മന്ദിരപർവ്വത്തിനെ കൊണ്ടുവന്നു, വാസിയെ കൊണ്ടുവന്നു, 33 കോടി ദേവന്മാർ, അത്രയും അസുരന്മാര്, അപ്പോഴാണ് അതിനകത്ത് അമൃത് കിട്ടിയത്. അതേപോലെ കൃഷ്ണ പ്രേമം എന്ന് പറയുന്ന അമൃത് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അതിന് കഷ്ടപ്പെടണം. കഷ്ടപ്പെടാതെ ഈ ലോകത്തിൽ ഒന്നും കിട്ടത്തില്ല. എന്തെല്ലാം ആരെങ്കിലും എവിടെങ്കിലും എങ്കിലെങ്കിലും എന്തെങ്കിലും ഭൗതികമായത് നേടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ രാപകല് കഷ്ടപ്പെട്ടിട്ടാ കിട്ടിയിരിക്കുന്നത്. ഒരു ഡിഗ്രി എടുക്കാൻ വേണ്ടി എത്ര വർഷം കഷ്ടപ്പെടുന്നുണ്ട് കുട്ടികൾ, എത്ര രാത്രികൾ ഉറങ്ങാതിരിക്കുന്നുണ്ട്. അപ്പൊ കൃഷ്ണപ്രേമം ചുമ്മാതെ കിട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്കുക. കൃഷ്ണഭക്തി, കൃഷ്ണപ്രേമത്തിനോട് നമ്മൾ എപ്പോഴെങ്കിലും വിയർത്തിട്ടുണ്ടോ? ഇല്ല. വിയർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിച്ചത്. പലരും വിചാരിക്കുന്ന ഈസി ആയിട്ട് കിട്ടുന്നതാണ് കൃഷ്ണനോ. ശരിക്കും കഷ്ടപ്പെടേണ്ടി വരും, ശരിക്കും വിയർപ്പൊഴിക്കേണ്ടി വരും, എങ്കിൽ മാത്രമേ കൃഷ്ണപ്രേമം കിട്ടത്തുള്ളൂ. കാര്യം അത് അൾട്ടിമേറ്റ് ആണ്, അതിനപ്പുറം ഒന്നുമില്ല. ഈ ചെറിയ ചെറിയ ആനന്ദങ്ങൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഒരു ജീവിതം മൊത്തം ത്യജിക്കുന്നു, ചെറിയ ആനന്ദത്തിന് വേണ്ടി. ഇപ്പൊ പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ടുള്ളതാണല്ലോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കിട്ടുന്ന ശമ്പളം, ആ ശമ്പളം അതിനാണ് ജീവിതത്തിൽ ആനന്ദം കണ്ടെത്താനാണ്. അതിനുവേണ്ടി ആ ജീവിതകാലം മൊത്തം കഷ്ടപ്പെടുകയാണ്. അതായത് പകുതി ജീവിതം പഠിച്ച് കഷ്ടപ്പെടണം, പകുതി ജീവിതം ജോലി ചെയ്ത് കഷ്ടപ്പെടണം. ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പൈസ കിട്ടിയാൽ ആ പൈസ ശരിയായ രീതിയിൽ ചെലവാക്കാനുള്ള സമയം പോലും അവർക്കില്ല. അത് നൈമിഷികമായ ആനന്ദത്തിന് വേണ്ടി ഇത്ര അധികം കഷ്ടപ്പെടണമെങ്കിൽ ഒരു പെർമനന്റ് ശാശ്വതമായ ആനന്ദം, അത് പരമാനന്ദത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടണം. ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടി പഠിക്കാൻ വേണ്ടി ചെലവാക്കുന്ന സമയം അത്ര നമ്മൾ ഭക്തിക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ടോ? ഒരു തരത്തിൽ അവരവരോട് ചോദിക്കുക. അവർ ആനന്ദത്തിന് വേണ്ടിയാണ് ഇത്ര കഷ്ടപ്പെടുന്നത്. നമ്മൾക്ക് പരമാനന്ദത്തിന് വേണ്ടി അതിന്റെ പകുതി പോലും നമ്മൾ കഷ്ടപ്പെടുന്നില്ല. രാത്രി 1 മണി വരെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്, ഉറങ്ങാത്ത കുട്ടികളുണ്ട്. 1 മണി വരെ ഇന്ന് വരെ നമ്മൾ ഭാഗത്തും വായിച്ചിട്ടുണ്ടോ? 10 മണിക്ക് 11 മണിക്ക് കിടക്കുന്ന കുട്ടികളാണെങ്കിൽ 3 മണിക്ക് 4 മണിക്ക് എണ്ണിച്ച് പഠിക്കാറുണ്ട്. നമ്മൾ 3 മണിക്ക് 4 മണിക്ക് എണ്ണിച്ച് ജപിക്കാറുണ്ടോ? പിന്നെ എവിടെയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്? പിന്നെ എങ്ങനെയാണ് നമുക്ക് ഭക്തി വരുന്നത്? എങ്ങനെയാണ് നമുക്ക് ഭക്തിയോട് അറ്റാച്ച്മെന്റ് വരുന്നത്? എങ്ങനെയാണ് നമ്മൾ കൃഷ്ണനെക്കുറിച്ച് സ്മരിക്കുന്നത്? എവിടെയാണ് നമുക്ക് കൃഷ്ണ പ്രേമം ഉള്ളത്? ഇതൊക്കെ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. നമ്മൾ സമൂഹത്തിലോട്ട് നോക്കിയിട്ട് സമൂഹമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. ഓരോരുത്തരും ഓരോന്നിനും വേണ്ടി ഇത്രയധികം കഷ്ടപ്പെടുന്നത്, കൃഷ്ണ എനിക്ക് എത്രയും പോലും ഞാൻ കഷ്ടപ്പെടുന്നില്ലല്ലോ ഈ കൃഷ്ണ പ്രേമത്തിന് വേണ്ടി എന്ന് നമുക്ക് കുറ്റബോധം തോന്നണം. എന്നിട്ട് കുറ്റബോധം തൊട്ട് കിടന്ന് ഉറങ്ങിയാൽ പോരാ, എഴുന്നേറ്റ് പ്രവർത്തിക്കണം. നമ്മളുടെ ഏറ്റവും വലിയ ദോഷം നമ്മളെല്ലാം കേൾക്കും, മനസ്സിലാക്കും, പ്രാക്ടിക്കലായിട്ട് ചെയ്യത്തില്ല. ഒന്നും നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കണം. ഇന്ന് ചെയ്യണം, പ്രവർത്തിക്കണം. നമ്മളുടെ പ്രയാസമാണ് കൃഷ്ണൻ നോക്കുന്നത്. നമ്മളും ഭഗവാനുമായിട്ട്, ഞാൻ ഒരു പ്രാവശ്യം ഈ ഉദാഹരണം പറഞ്ഞാണെന്ന് എനിക്ക് സംശയമില്ല, എങ്കിൽ ഇപ്പം ഓർമ്മ വന്നിട്ട് പറയാണ്. നമ്മളും ഭഗവാനായിട്ട് 100 അടിയുടെ വ്യത്യാസത്തിൽ ഭഗവാൻ നിൽക്കുകയാണ്. നമ്മളിൽ നിന്ന് 100 അടി നമുക്ക് ഭഗവാനിൽ എത്തിച്ചേരണം. നമ്മള് ഗോലകുരം എന്താ വിചാരിച്ചു, നമ്മളുടെയും ഭഗവാന്റെയും മധ്യത്തിൽ ഒരു മതിലുണ്ട്. ഈ മതിലിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ, എത്ര നീളമുള്ളവരെ ശരി, നീളം കുറഞ്ഞവരെ ശരി, കൈ പൊക്കിക്കഴിഞ്ഞാൽ ആ പൊക്കിയ കൈയിൽ നിന്നും ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 12 ഇഞ്ച് പൊക്കം കൂടുതലായിരിക്കും ആ ഭിത്തിക്ക്. അപ്പൊ 5 അടി ഒരാൾ പൊക്കിക്കഴിഞ്ഞാൽ അതിന് 6 അടിയും, 6 അടി ഉള്ള ഒരാൾ പൊക്കിക്കഴിഞ്ഞാൽ 7 അടിയും, 4 അടി ഒരാൾ പൊക്കിയാൽ 5 അടിയും, 12 ഇഞ്ചിന്റെ വ്യത്യാസത്തിലാണ് ആ മതിൽ. ആ മതിൽ നമുക്ക് ചാടി കടന്നാൽ മാത്രമേ കൃഷ്ണനെടുക്കാൻ ചെല്ലാൻ പറ്റൂ. അവിടെ ഏണിയോ പടിയോ കട്ടയോ പിന്നെ കസേരയോ സ്റ്റൂളോ ഒന്നുമില്ല. നമ്മൾ ചാടി പിടിച്ച് കയറണം. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ചാടുകയാണ്. കൃഷ്ണൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിയർത്ത് കുളിച്ചു, കിട്ടുന്നില്ല ശരിക്കും പിടി, വീണ്ടും ശ്രമിക്കുന്നു. നമ്മൾ ചാടി അതെ പിടിച്ച് അപ്പുറത്ത് ചെത്താൻ വേണ്ടി കൃഷ്ണൻ കാത്തിരിക്കല്. കൃഷ്ണൻ അത്ര ക്ഷമയില്ല. നമ്മളുടെ ഓരോ വിയർപ്പ് തുള്ളിയും കൃഷ്ണൻ സഹിക്കാൻ കഴിയില്ല. 22 മാർക്കറ്റിൽ
ഹരിദാസ് നാമജ ഹരിദാസ് താക്കൂറിനെ അടിച്ച ഓരോ അടിയും കൊണ്ടത് ചൈതന്യ മഹാപ്രഭുവിന്റെ പുറത്തായിരുന്നു. ഇത്രയും കാരുണ്യമുള്ള ഭഗവാന് വേണ്ടി നമ്മൾ എവിടെയാണ് സഹിക്കുന്നത്? പറ. നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ ദുഃഖമില്ല, നമ്മൾ പറയാറില്ലയോ ഈ ദുഃഖം ആ ദുഃഖം, ആ ദുഃഖത്തിന്റെ 1000 ഇരട്ടി കൃഷ്ണന് ദുഃഖമുണ്ട്. നമ്മുടെ ശാരീരികമായ വേദന ഭഗവാൻ സഹിക്കുന്നു. നമ്മുടെ മാനസികമായ ഇതിലും കുടുംബം എന്തെല്ലാം വേദന ഈ ഭൗതിക ലോകത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം കൃഷ്ണൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രയാസോർത്ത് കൃഷ്ണൻ കരയുകയാണ്, വിങ്ങി പൊട്ടുകയാണ്. അതുകൊണ്ടാണ് അവിടെ ഇരിപ്പുറയ്ക്കാതെ ഓരോ പ്രാവശ്യവും ഓടി ഓടി വരുന്നത്. ഇല്ലേ ഭഗവാൻ ഇവിടെ വരേണ്ട കാര്യം എന്താ? ബ്രഹ്മസംഹിതയിൽ പറഞ്ഞുണ്ട്, ശതസഹസ്ര ലക്ഷ്മിമാര്, ആയിരക്കണക്കിന് ലക്ഷ്മിമാര് ഭവ്യതോടി ഭഗവാന്റെ സേവ ചെയ്യുന്നുണ്ട്. നമ്മളില്ലെങ്കിൽ ഭഗവാൻ എന്താ കുഴപ്പം? പറ. രാധാറാണി സൈമാരും പോട്ടെ, 100 ആയിരക്കണക്കിന് ലക്ഷ്മിമാര് ചൂലും കൊണ്ട് നിൽക്കുകയാണ്. എന്ത് വേണം? തൂത്തു ഉറക്കണോ? എന്ത് വേണോ? അവിടെ പൊടിയില്ല, എന്നാലും എന്തെങ്കിലും സേവ ചെയ്യാൻ. നമ്മളില്ലേ ഭഗവാൻ എന്താ വിഷയം? പിന്നെ ഭഗവാൻ തന്നെ ഈ ഭൗതിക ലോകത്തിൽ വരുന്നത് പ്രേമം കൊണ്ട്. സഹിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ വേദന കാണാൻ പറ്റാത്തതുണ്ട്. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നതിന്റെ 1000 ഇരട്ടി വേദന ഭഗവാൻ അനുഭവിക്കുന്നത്. നമ്മൾ ഈ ഭിത്തിയിൽ പിടിക്കാൻ ചാടുമ്പോൾ ഭഗവാൻ ഇരിപ്പുറയ്ക്കത്തില്ല. ഭഗവാൻ ഓടി വന്ന് കൈ തന്ന് നമ്മളെ പൊക്കിയെടുക്കും. പക്ഷെ ശ്രമിക്കണ്ടേ നമ്മള്? ഈ ഭിത്തിയിൽ ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന ഭൗതിക ആധ്യാത്മിക പ്രവൃത്തികളാണ്. നാമജപമാകാം, ഭാഗവതമാകാം, ഏകാദശി വ്രതമാകാം, അമ്പലത്തിലെ ഇതെല്ലാം ആ ഭിത്തിയോട് അങ്ങ് ഉപമിക്കുക. ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഭഗവാന്റെ ഉള്ളിലാണ് ആ വേദന ഉണ്ടാകുന്നത്. ഭഗവാൻ സഹിക്കില്ല. നമ്മൾ ഒരു ശകലം പ്രയാസം കാണിച്ച് അതിന്റെ 1000 ഇരട്ടി തിരിച്ചു തരാൻ ഭഗവാൻ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഇടയ്ക്ക് ഞാൻ ആ എക്സസൈസിലോട്ട് പോയപ്പം തിരിഞ്ഞു വന്നതേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ, സമയം കൂടെ നോക്കണം. അപ്പൊ ഞാൻ എക്സസൈസ് ചെയ്യുമ്പം എല്ലാവരും നിശബ്ദമായിട്ടിരിക്കുക, കണ്ണുകൾ അടയ്ക്കണം, വേറെ സൗണ്ട് ഒന്നും വെക്കരുത്, എല്ലാവരും മ്യൂട്ടിരിക്കുക. വീട്ടിലും ഉള്ളവരുണ്ടെങ്കിൽ അവരോട് പറയുക, വളരെ കോൺസെൻട്രേഷനോടെ ഇരിക്കുക. ഞാനും കണ്ണുകൾ അടയ്ക്കുകയാണ്, എല്ലാവരും കണ്ണുകൾ അടയ്ക്കുന്നു. വേറെ ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് കളയുക. മൊബൈൽ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ സൈലൻസ് ചെയ്ത് മാറ്റി വെക്കുക. നിങ്ങളുടെ ശ്രദ്ധ മുറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ ജന്മത്തിൽ തന്നെ ഗോലോക വൃന്ദാവനത്തിൽ പോവുകയാണ്. വിരജാ നദിയിലെ സ്നാനം കഴിഞ്ഞു, നിങ്ങൾക്കൊരു ദിവ്യ ശരീരം കിട്ടി. ആ ദിവ്യ ശരീരമായിട്ട് നിങ്ങൾ ഗോലോക വൃന്ദാവനത്തിൽ പോകുമ്പോൾ 33 കോടി ദേവീ ദേവതമാരും ബ്രഹ്മാവ് ഉൾപ്പെടെ വന്നിട്ട് നിങ്ങളെ ആരതി ഒഴിയുകയാണ്. ആരതി ഒഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഗോലോക വൃന്ദാവനത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളിത് കാണുകയാണ്, 100 കണക്കിന് ഗോപന്മാരും ഗോപികമാരും നിങ്ങളെ സ്വാഗതം ചെയ്യാൻ വന്നിരിക്കുന്നു. അതിനു മുമ്പ് 500 ലക്ഷ്മിമാർ വന്ന് നിങ്ങളെ അണിഞ്ഞൊരുക്കിയതിന് ശേഷമാണ് ഗോലോക വൃന്ദാവനത്തിലേക്ക് വിടുന്നത്. ഗോലോക വൃന്ദാവനത്തിന്റെ കവാടത്തിൽ 100 കണക്കിന് ഗോപന്മാരും ഗോപികമാരും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു, പുഷ്പവൃഷ്ടി നടത്തുന്നു. ഹരിബോൽ ഹരിബോൽ എന്നൊരു ശബ്ദമല്ലാതെ വേറെ ഒന്നും കേൾക്കാനില്ല. മെല്ലെ മെല്ലെ നിങ്ങൾ ഉള്ളിലേക്ക് പോകുന്നു. നിങ്ങളുടെ 4 വശവും ഈ ഗോപന്മാരും ഗോപികമാരും ഹരിബോൽ ഹരിബോൽ പോൽ പറഞ്ഞുകൊണ്ട് നൃത്തം ചെയ്യുകയാണ്. അങ്ങനെ നിങ്ങൾ കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ കാണുന്നു, കുറെ ദൂരെ നിന്നും ഒരു കാർമേഘത്തിന്റെ കഷണം പൊട്ടി നിങ്ങൾക്ക് അടുക്കിലേക്ക് വരുന്നത് പോലെ എന്തോ നിങ്ങൾക്ക് തോന്നുന്നു. കുറച്ചടുത്ത് വന്ന് അത് കൃഷ്ണനാണ്. നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി വരികയാണ്. കൃഷ്ണൻ ക്ഷമ നശിച്ചുകൊണ്ട് ഓടി വരികയാണ്. കൃഷ്ണന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ വരുന്നു. നിങ്ങളുടെ തൊട്ടടുത്ത് വന്ന് കൃഷ്ണൻ നിന്നു ഒരു പുഞ്ചിരിയോടെ നിങ്ങളെ നോക്കുന്നു. കൃഷ്ണന്റെ സൗന്ദര്യം കണ്ടിട്ട് നിങ്ങൾ മയങ്ങി നിൽക്കുകയാണ്. കൃഷ്ണന്റെ കണ്ണുകൾ, കൃഷ്ണൻ നാസികൾ, കൃഷ്ണന്റെ നെറ്റിത്തടം, തലയിലെ മയിൽപ്പീലി, വലത് കൈയിൽ പിടിച്ചിരിക്കുന്ന ഓടക്കുഴല്, മഞ്ഞ പട്ടുടുത്തിരിക്കുന്നു, രത്നമുഖ പതിച്ച കാലിലെ ചിലങ്കകള്, കണ്ണന്റെ കാതിലെ ചെറിയ കുണ്ടലങ്ങള്, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ട് മയങ്ങി നിൽക്കുമ്പോൾ കൃഷ്ണൻ 2 കൈയും അരയിൽ ചുറ്റിയിട്ട് തന്റെ ഓടക്കുഴലെടുത്ത് ഇടതുവശത്ത് അരയിൽ തിരികെ വെച്ചതിന് ശേഷം 2 കൈയും നിങ്ങളുടെ തോളിൽ വെച്ചിട്ട് ഇടറിയ സ്വരത്തിൽ ചോദിക്കുകയാണ്, മിത്രമേ മിത്രമേ, എന്റെ അടുക്കൽ വരാൻ എന്തേ ഇത്രയും വൈകിയത്? എത്ര ജന്മം കൊണ്ട് നിന്നെ ഞാൻ നോക്കിയിരിക്കുകയാണ്. എത്ര ജന്മമാണ് ഈ ഭൗതിക ലോകത്തിൽ കഷ്ടപ്പെട്ടത്.
ക്രമേണ കൃഷ്ണൻ കൂടുതൽ അടുത്തു വന്നു നിങ്ങളെ ആലിംഗനം ചെയ്യുന്നു. കൃഷ്ണന്റെ ശിരസ് നിങ്ങളുടെ ഇടത് തോളിൽ അമർത്തി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് കൃഷ്ണൻ പറയുകയാണ് പതുക്കെ, നീ എടുത്ത ഓരോ ജന്മത്തിലും നീ അനുഭവിച്ച ഓരോ കഷ്ടപ്പാടും എനിക്ക് വേണ്ടി ആയിരുന്നല്ലോ മിത്രമേ. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് കൃഷ്ണന്റെ കണ്ണുകളിൽ നിന്നും ധാരധാരയായിട്ട് കണ്ണുനീരിറ്റ് നിങ്ങളുടെ തോളിൽ വീഴുകയാണ്. നിങ്ങൾ അനുഭവിച്ച ഓരോ ദുഃഖവും കൃഷ്ണൻ ഓർക്കുന്നു. നിങ്ങൾ ഏകാദശിക്ക് ആഹാരം കഴിക്കാതിരുന്നതും അതിരാവിലെ എണ്ണിച്ചിട്ട് നിങ്ങൾ നാമം ജപിച്ചതും തണുപ്പത്തും ചൂടത്തും ഓരോ തീർത്ഥസ്ഥലങ്ങളിൽ പോയതും കൃഷ്ണൻ എണ്ണി 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 പറയുകയാണ്. നിങ്ങൾ അനുഭവിച്ച ഓരോ ദുഃഖവും കൃഷ്ണൻ പറയുമ്പോൾ കൃഷ്ണന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റ് വീഴുകയാണ്. നിങ്ങളുടെ ശരീരം ഇപ്പോൾ പഞ്ചഭൂത നിർമ്മിതമല്ല, അത് സച്ചിദാനന്ദ രൂപമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഓരോ ജന്മങ്ങളിലും നിങ്ങളുടെ ആരുടെയൊക്കെ പിതാക്കളായിരുന്നു, ആരുടെയൊക്കെ മാതാവായിരുന്നു, ആരുടെയൊക്കെ ഭാര്യയായിരുന്നു, ഭർത്താവായിരുന്നു, മക്കളായിരുന്നു, ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മ വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു അവരൊക്കെ നിങ്ങളുടെ സ്നേഹമുണ്ടെന്ന് അഭിനയിക്കുകയായിരുന്നു. യഥാർത്ഥ സ്നേഹം ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത്. കൃഷ്ണന്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന പനമാലയിൽ നിന്നുള്ള സുഗന്ധം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ആ മാലയിലുള്ള തുളസിയിലയുടെ സുഗന്ധം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. കൃഷ്ണ ശരീരത്തിൽ നിന്ന് വരുന്ന സുഗന്ധം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. കൃഷ്ണന്റെ കണ്ണുനീരിന്റെ ശീതളത നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഓരോ ജന്മത്തിലും നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങൾ എണ്ണി എണ്ണി പറയുമ്പോഴും ആ ഓരോ ജന്മങ്ങളിൽ നിങ്ങൾ ആർക്കു വേണ്ടി സമയം കളഞ്ഞോ, ആർക്കു വേണ്ടിയൊക്കെ ജീവിച്ചോ, കൃഷ്ണൻ മറന്ന് ആർക്കു വേണ്ടിയൊക്കെ ജീവിച്ചോ, അവരുടെ ഉള്ളിലുണ്ടായിരുന്ന സ്വാർത്ഥത ഓർത്തിട്ട് നിങ്ങൾക്ക് അറിയുകയാണ്, കുറ്റബോധം കൊണ്ട് നിങ്ങൾക്ക് അറിയുകയാണ്, ഈ ജീവിതം ജന്മങ്ങളെല്ലാം ഞാൻ പാഴാക്കിയല്ലോ, ഇല്ലായിരുന്നെങ്കിൽ എത്രയോ നേരത്തെ എനിക്ക് കൃഷ്ണനടുക്കൽ എത്താമായിരുന്നു. അത് തന്നെയാണ് കൃഷ്ണൻ പറയുന്നത്. എത്രയോ ജന്മങ്ങളായിട്ട് ഞാൻ നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു, നീ എത്രയോ ജന്മം പാഴാക്കി കളഞ്ഞത്. എത്ര നേരം നിങ്ങൾ അങ്ങനെ നിന്നറിയില്ല. ഈ സമയത്തെല്ലാം 4 വശം ഗോപന്മാരും ഗോപികായും ഹരിബോൽ 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 നൃത്തം ചെയ്യുകയാണ്. ശേഷം നിങ്ങളുടെ തോളിൽ നിന്നും ഭഗവാൻ ശിരസ് പതുക്കെ ഉയർത്തി. നിങ്ങളുടെ കണ്ണുനീർ ഭഗവാൻ സ്വന്തം കണ്ണുകൊണ്ട് തുടച്ചു. തോളിൽ കൈയിട്ടുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഇത്രേ ജന്മം കഴിഞ്ഞെങ്കിലും ശരി, നീ അവസാനം എൻ്റെ അടുക്കൽ വന്നല്ലോ, എനിക്ക് സന്തോഷമായി, ബാ. വിളിച്ച് ഭഗവാൻ നിങ്ങളെ യമുനയുടെ തീരത്ത് കൊണ്ടുപോവുകയാണ്. യമുനയുടെ തീരത്ത് പച്ച പട്ട് വിരിച്ചു പോലെയുള്ള വളരെ ഒരു മുയലിന്റെ പുറത്ത് കൈ വെച്ചകനിക്ക് അതുപോലുള്ള പുല്ലുകൾ, നല്ല പച്ച പുല്ലുകൾ, അതിന്റെ പുറത്ത് നിരനിരയായിട്ട് ഗോപന്മാരിരുന്നു. കുറച്ച് ഗോപന്മാര് യമുനയിൽ ഇറങ്ങി താമരയുടെ ഇലകൾ പൊട്ടിച്ചിട്ട് വന്നു. ആ ഇലകൾ ഓരോ ഗോപന്മാരും ഓരോരുത്തരുടെയും മുമ്പിൽ വിളമ്പിയിട്ട് വെച്ചിട്ട് അതിൽ പലതരത്തിലുള്ള ആഹാരങ്ങൾ വിളമ്പാൻ തുടങ്ങി. അതിൽ നിന്ന് വരുന്ന സുഗന്ധങ്ങൾ കിലോമീറ്ററോളം പോകുന്നു. കാരണം ആ വ്യഞ്ജനങ്ങളെല്ലാം സുരഭികായിയുടെ പാലിൽ നിന്നെടുത്ത വെണ്ണയിൽ നിന്നെടുത്ത നെയ്യിൽ ഉണ്ടാക്കിയതാണ്. കൃഷ്ണനും ഓരോ ഐറ്റങ്ങളും ഓരോ തന്റെ സുഹൃത്തുക്കൾ തന്റെ സഖമാർക്ക് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിളമ്പതിന് ശേഷം നിങ്ങളുടെ മുമ്പിൽ വന്ന് 2 മുട്ടും താഴെ കുത്തി ഭഗവാൻ ഇരുന്നിട്ട്, ഭഗവാന്റെ പ്രായം ഏതാണ്ട് 13-14 വയസ്സാണ്. നിങ്ങളുടെ ഒരു സ്വീറ്റ് എടുത്തിട്ട് അത് പൊട്ടിച്ച്, ഒരു ഗുലാബ് ജാമുൻ എടുത്ത് പൊട്ടിച്ചിട്ട് പകുതി നിങ്ങളുടെ വായിൽ വെച്ച് തന്നു. നിങ്ങളത് ചവയ്ക്കാൻ പോലും മറന്നു. കാരണം ആ ശുദ്ധ പ്രേമം നിങ്ങൾ അനുഭവിക്കുകയാണ്. കൃഷ്ണന്റെ സൗന്ദര്യം നിങ്ങൾ അനുഭവിക്കുകയാണ്. കൃഷ്ണന്റെ ശബ്ദത്തിന്റെ മധുരിമ നിങ്ങൾ അനുഭവിക്കുകയാണ്. കൃഷ്ണന്റെ പ്രേമം നിങ്ങൾ കാണുകയാണ്. സ്വന്തം കൈകൊണ്ട് കൃഷ്ണൻ നിങ്ങളുടെ വായിൽ വെച്ചെന്ന ആ ഗുലാബ് ജാമുൻ, ആ സ്വീറ്റ്സിന്റെ മധുരം, അതിൽ ചേർത്ത മധുരത്തിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. നിങ്ങൾ മെല്ലെ ചവയ്ക്കുന്ന കൃഷ്ണൻ ശാന്തസ്വരത്തിൽ പതിഞ്ഞ സ്വരത്തിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, മിത്രമേ, എനിക്ക് തരില്ലേ? ബാക്കി പൊട്ടിച്ച ഗുലാബ് ജാമുൻ എടുത്ത് നിങ്ങൾ ഭഗവാന്റെ വായിൽ വെച്ചു കൊടുത്തു. ഭഗവാൻ സന്തോഷപൂർവ്വം അത് ചവയ്ക്കുകയാണ്. അപ്പോഴും കൃഷ്ണന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. നിങ്ങൾ എത്രയോ ജന്മങ്ങളിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർത്തിട്ട് ആ കൃഷ്ണപ്രേമത്തിന്റെ മാധുര്യം അനുഭവിച്ചിട്ട് നിങ്ങളുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ആഹാരത്തിന് ശേഷം എല്ലാവരും അവിടെ വളരെ തണൽ തരുന്ന ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു.
എല്ലാവരും വട്ടത്തിൽ ഇരുന്നപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഉറങ്ങുക, ഞാൻ മുരളി വായിച്ച് നിങ്ങളെ ഓർക്കാം. ഭഗവാന്റെ ദിവ്യമായ മുരളിയിൽ നിന്ന് വരുന്ന മധുരമായ ശബ്ദം കേട്ടുകൊണ്ട് നിങ്ങൾ ക്രമേണ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി. ഹരേ കൃഷ്ണ. ഇനി പതുക്കെ കണ്ണുകൾ തുറക്കുക. ഈ സ്നേഹം അനുഭവിക്കാൻ വേണ്ടി 1 മണിക്കൂർ നേരത്തെ നമുക്ക് എഴുന്നേക്കാൻ കഴിയില്ലേ? ഈ മധുരമായ ശബ്ദം കേൾക്കാൻ ഒരു 4 മാല എക്സ്ട്രാ ജപിക്കാൻ നമുക്ക് കഴിയില്ലേ? ഈ ദിവ്യമായ പ്രേമം, കൃഷ്ണ പ്രേമം അനുഭവിക്കാൻ നമുക്ക് അല്പം കഷ്ടപ്പാട് സഹിച്ചുകൂടെ? കൃഷ്ണപ്രേമത്തിന്റെ, യഥാർത്ഥ കൃഷ്ണപ്രേമത്തിന്റെ ഒരു അണു പോലും നമ്മളിപ്പോ പറഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ഒരു അണു പോലും അനുഭവിച്ചിട്ടില്ല നമ്മൾ. ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് കൃഷ്ണപ്രേമം. ആയിരിക്കും, നമുക്കറിയില്ല. മിത്രങ്ങളെ, നിങ്ങൾ ദിവസവും ഈ സ്വപ്നം കാണുക. ദിവസവും ജപിക്കാനിരിക്കുമ്പോൾ, വായിക്കാനിരിക്കുമ്പോൾ ഇത് മാത്രം കാണുക. ഈ കൃഷ്ണപ്രഭ അനുഭവിക്കുക. അങ്ങനെ ഈ കൃഷ്ണപ്രഭം വളർന്ന് 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 നമ്മുടെ ഹൃദയത്തിൽ ഒരു മലയുടെ രൂപത്തിലാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു കടുകുമണി പോലെ നമുക്ക് തോന്നും. ആ കടുകുമണി ചവിട്ടിക്കൊണ്ട് നമുക്ക് ഈ മല കയറി കൃഷ്ണലോകത്തിൽ എത്താൻ കഴിയും. അതാണ് കൃഷ്ണപ്രേമം. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനുണ്ടോ? ഹരേ കൃഷ്ണ. ഹലോ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാം, നോക്കട്ടെ. ദിവസവും ഈ രീതിയിൽ തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് കൃഷ്ണനോടത്ത് കബഡി കളിക്കാം, കൃഷ്ണനോടത്ത് കുളിക്കാം, കൃഷ്ണനോടത്ത് ഓടാം, ചാടാം, വെണ്ണം പൊട്ടിക്കാം, കലം പൊട്ടിക്കാം, കൃഷ്ണൻ നിങ്ങൾക്ക് ഒരുക്കാം, കൃഷ്ണൻ നിങ്ങൾക്ക് മടി കടത്തി ഉറക്കാം, കൃഷ്ണൻ തോളിൽ കൈയിടാം. എന്തെങ്കിലും കൃഷ്ണ പ്രേമത്തിനെ കുറിച്ച് ദിവസവും സങ്കല്പിക്കുക. അത് നമുക്ക് പ്രേരണ തരും സഹിക്കാൻ, കൂടുതൽ ചെയ്യാൻ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇത്? ഹരേ കൃഷ്ണ പ്രഭു, പ്രണാം. നീരോടുകൂടിയാണ് പ്രഭു ഇത് കേട്ടത്. സത്യം, ഞങ്ങളെ അവിടേക്ക് എത്തിച്ചു പ്രഭു. മനസ്സുണ്ടെങ്കിൽ അവിടെ എത്തി ഞങ്ങൾ. ഇനിയും നേരിട്ട് ഭഗവാനിൽ എത്താനുള്ള ശ്രമം ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾ അതിനെ അനുഗ്രഹിക്കട്ടെ ഭഗവാൻ. ഹരേ കൃഷ്ണ. ഗുരുവും ഗുരു പരമ്പരയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൃഷ്ണപ്രേമം ഉണ്ടാകട്ടെ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. പ്രഭു പറഞ്ഞു ഞങ്ങളെ ആ ലോകത്തേക്ക് ഒരു സെക്കൻഡ് നേരത്തെങ്കിലും എത്തിക്കാൻ സാധിച്ചു. ഒത്തിരി കണ്ണുകൾ നിറഞ്ഞുപോയി. സത്യം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. നമ്മള് ഭൗതിക ലോകത്തിൽ നമ്മൾ ഇത് ചിന്തിച്ചപ്പോ യഥാർത്ഥത്തിൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. ആ പ്രേമം. ഒത്തിരി ഒത്തിരി നന്ദി എല്ലാവർക്കും. നമുക്ക് ഇന്നിവിടെ നിർത്താം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ. കൃപാ സിന്ധു ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ്. ശ്രീല പ്രഭുപാദ കി ജയ്. താങ്ക് യു പ്രഭു. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഒരിക്കൽ കൂടി താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.